ഇപ്പം കൊച്ചി 2030 ഇതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് കൊച്ചിയിലുള്ള ഒരു കോമൺ മാൻ എന്ന നിലയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പഴയ ചൊല്ലുണ്ട്, കൊച്ചി കണ്ട ആൾക്ക് ഇന്നത് വേണ്ട എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പറയുകയാണെങ്കിൽ കൊച്ചിയുടെ ഒരു വൈബ് വേറെ ഇന്ത്യയിൽ ഏത് സിറ്റിയിൽ പോയാലും കൊച്ചിയിൽ താമസിച്ചിട്ടുള്ള ആൾക്ക് കിട്ടൂല. ഇവിടെ താമസിച്ചിട്ടുള്ള ആൾക്ക് കൊച്ചി മിസ് ചെയ്യും. നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എടപ്പള്ളി ROB കയറുമ്പം കൊച്ചി എത്തിയെന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത് ആ ലുലുവിൻ്റെ ബോർഡ് ഇങ്ങനെ കാണുമ്പോഴാണ്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, നമുക്ക് കൊച്ചി എത്തിയെന്ന് അറിയുമ്പോൾ. ആ ഫീൽ ഉള്ളിലുള്ളവർക്ക് വേറെ ഏത് നഗരത്തിൽ പോയി കഴിഞ്ഞാലും കൊച്ചി മിസ് ചെയ്യും. അതാണ് പണ്ടത്തെ പഴഞ്ചൊല്ലി. ഇപ്പോൾ പറയുകയാണെങ്കിൽ കൊച്ചിയുടെ വൈബ് വേറെ ഒരു നഗരത്തിൽ നമുക്ക് കിട്ടൂല എന്ന്. അപ്പം കൊച്ചിയെപ്പറ്റി സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യരായ രണ്ടുപേരാണ് ഇപ്പം ഇന്ന് നമുക്ക് ഈ പാനലിൽ കിട്ടിയിരിക്കുന്നത്. അവർക്ക് വലിയൊരു കൈഡി കൊടുക്കാൻ, തിരക്കിനിടയിൽ ഇവിടെ എത്തിയതിന്. ഇനി ഡെവലപ്മെന്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ വാട്ടർ മെട്രോ ഉള്ള നാട് നമ്മുടെയാണ്. ലോകത്തിൽ തന്നെ സോളാർ പവേർഡ് എയർപോർട്ട് ഉള്ളത് നമ്മുടെ നാട്ടിലാണ്. 10 രൂപയ്ക്ക് ഇപ്പോൾ 20 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന സ്ഥലം നമ്മുടെ നാടാണ്. IT ഹബ് ഓഫ് കേരള നമ്മളാണ്. സിനിമ ഹബ് ഓഫ് കേരള നമ്മളാണ്. ഇനി ഒരുപാട് ലിസ്റ്റ് ചെയ്യാത്ത, ഞാൻ പറയാത്ത ഒരുപാട് കാര്യങ്ങളുള്ള ഈ കൊച്ചി. പക്ഷേ കൊച്ചിയെക്കുറിച്ച് കൂടുതൽ ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. ആ ആഗ്രഹങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇപ്പോൾ 2030 കൊച്ചി എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വെറുതെ AI ചോദിച്ചു. 2030 കൊച്ചി ഒന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ദുബായ് ഒക്കെ പോലുള്ളൊരു കൊച്ചിനെ കാണിച്ചു തന്നു, ഭയങ്കര വലിയ ബിൽഡിങ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലീസ് ബി റിയലിസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ അടിച്ചു കൊടുത്ത്. അപ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടൊരു ഇമേജ് തന്നു. അപ്പോഴും വലിയ വലിയ ബിൽഡിങ്സ് ഉണ്ട്. ഞാൻ ഒന്നും കൂടെ അടിച്ചു കൊടുത്ത് ഒന്നും കൂടി റിയലിസ്റ്റിക് ആവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതാണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പിക്ചർ തന്നു. പക്ഷേ മേയർ എന്ന നിലയ്ക്ക്, ഒരു കൊച്ചിക്കാരൻ എന്ന നിലയ്ക്ക് 2030 കൊച്ചി എങ്ങനെയായിരിക്കും? സാറിൻ്റെ ഒരു AI മനസ്സിൻ്റെ ഇമാജിനേഷൻ എങ്ങനെയാണ്? റാഫി ഇടയ്ക്ക് എന്നോട് പറഞ്ഞു ഞാൻ സാധാരണക്കാരുടെ ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ റാഫിയൊക്കെ വലിയ സാധാരണക്കാരനാണ്. റാഫിയുടെ അത്രയും പോലും വിവരമില്ല. അപ്പം എല്ലാവരും നമ്മൾ ഈ നാട്ടിൽ ജീവിച്ച് ജനിച്ച് വളർന്ന് ജോലി ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു നഗരത്തെക്കുറിച്ചാണ് നമ്മുടെ സങ്കല്പം. ഞാൻ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും റാഫി. അതായത് ചില കാര്യങ്ങളൊക്കെ ക്ലിയറാക്കിയേ പോകാൻ പറ്റുള്ളൂ. റാഫി ആദ്യത്തെ ചോദ്യത്തിൽ വന്ന 1-2 കാര്യങ്ങൾ ഒരു തിരുത്ത് വേണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഒന്ന്, എടപ്പള്ളി ലുലു മോള് കാണുമ്പോഴാണ് കൊച്ചി എത്തി എന്ന് പറയുന്നത് നമ്മൾ വിടണം. ഒരു മിനിറ്റ്. കൊച്ചി ആരംഭിക്കുന്നത് അങ്കമാലിയിലേക്ക് കയറുമ്പോഴാണ്. എയർപോർട്ടിന്റെ മണമടിക്കുമ്പോൾ തന്നെ കൊച്ചി വന്നു എന്ന് ഇനി മുതൽ റാഫി പറയണം. പറഞ്ഞത് ഓക്കെ, ഇനി തീർന്നില്ല. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കേക്ക്. റാഫി ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു RJ ആയതുകൊണ്ട് ഞാൻ പറയുക. ഞാൻ വിചാരിച്ച ഒന്നും നടക്കില്ല, റാഫി വിചാരിച്ച നടക്കും. അതുകൊണ്ട് ഞാൻ പറയണത്, പറ്റുമെങ്കിൽ നമ്മുടെ അരൂരും കൂടി നമ്മുടെ കൊച്ചിയിലേക്ക് റാഫി ഒന്ന് ആഡ് ചെയ്ത് തരണം. സത്യത്തിൽ കൊച്ചിക്കാർ കുറേ പേര് താമസിക്കുന്നതും വന്നു പോകുന്നതുമായിട്ടുള്ളൊരു സ്ഥലമാണ് അരൂര്. അപ്പം അതുകൊണ്ട് കൊച്ചിയുടെ ഒരു തെക്കൻ ബൗണ്ടറി ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അരൂരാണ്. വടക്കൻ ബൗണ്ടറി എന്താണെന്ന് ചോദിച്ചാൽ പറവൂരാണ്. കിഴക്കേ ബൗണ്ടറി ഏതാണെന്ന് ചോദിച്ചാൽ പെരുമ്പാവൂരാണ്. ഇതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് മനസ്സിലായി റാഫി? ഈ സാജൻ നാളെ മെട്രോ പണിയുമ്പോൾ ഇങ്ങോട്ടൊക്കെ മെട്രോ അതൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പ്രേരിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ കൊച്ചി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്നതാണ്. 1. 2, കൊച്ചിയുടെ ഒരു വൈബ് ഉണ്ട്. എന്താ വൈബ് എന്നറിയൂ? എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, റാഫിയുടെ അഭിപ്രായം ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാവും. ഇത്രയും ഭാഷ സംസാരിക്കുന്ന ഒരു സ്ഥലം വേറെ എവിടെയില്ല. ഇത്രയും ഭക്ഷണ വൈവിധ്യമുള്ളൊരു സ്ഥലം വേറെ എവിടെയില്ല. ഇത്രയും അടിച്ചു പൊളിക്കാൻ പറ്റിയ വേറൊരു സ്ഥലം കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. ഇവർ ഈ വൈബിൻ്റെ ഒപ്പം വരുന്നില്ല. ഞാൻ ഈ കോളേജിലേക്ക് തന്നെ വരുമെന്ന് പറഞ്ഞത് ഹൈബി നേരത്തെ പോയ പരിപാടിക്ക് പോയില്ല. അതൊക്കെ ഒരു തേവര കോളേജിൻ്റെ കൈയടിയല്ല. അതൊക്കെ ഏതാണ്ട് ഒരു ഞങ്ങളുടെ വൃദ്ധസദനത്തിലുള്ള ആൾക്കാർ ഇതിനൊക്കെ നന്നായിട്ട് കൈയടിക്കും. അപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൽ നിന്നിട്ടാണ് ഞാൻ പ്രസംഗിക്കാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നൊരു കാര്യം, നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും എല്ലാവർക്കും കൊച്ചിയെക്കുറിച്ച് സങ്കല്പങ്ങളുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള വൈവിധ്യങ്ങളുടെ ഒരു സ്ഥലമാണ് കൊച്ചി. മറ്റൊന്ന്, ഹെറിറ്റേജ്. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇത്രയും പുരാതനമായൊരു നഗരം തിരുവനന്തപുരം പോലും വരില്ല. ഇപ്പോൾ ഇസ്രായേലായിട്ട്, ജൂതരുമായിട്ട് ട്രേഡിൽ ഇത്രയധികം ആളുകളുമായിട്ട് ബന്ധമുള്ളൊരു സ്ഥലം വേറെ ഇല്ല. നമ്മുടെ സിൽക്ക് റൂട്ടില്ലേ,
സിൽക്ക് റൂട്ടിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ കൊച്ചിയാണ്. ഇപ്പോൾ ചൈന സിൽക്ക് റൂട്ട് പിടിച്ചാണല്ലോ പോയേക്കണത്. അപ്പോൾ വ്യാപാരത്തിൻ്റെ മേഖലയിൽ നമ്മുടെ ഈ മുസീരീസ് കൊച്ചി എന്നൊക്കെ പറയുന്ന സ്ഥലത്തിന് ചരിത്രപരമായൊരു ബന്ധമുണ്ട്. അത് വേറെ ആർക്കും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല. അതുകൊണ്ട് എൻ്റെ ഇമാജിനേഷനിലുള്ള കൊച്ചിയല്ലേ ചോദിച്ചത്. എൻ്റെ ഇമാജിനേഷനിലുള്ള കൊച്ചി എപ്പോഴും നല്ലതാണെന്ന് റാഫിക്ക് അറിയാലോ. റാഫി കൊച്ചിക്കാരനാണോ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. റാഫി എവിടത്തുകാരനാണ്? ഞാൻ നിലമ്പൂര്. റാഫി, ഞങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഞങ്ങൾ നിലമ്പൂരുള്ള ആൾ വന്നാലും തിരുവനന്തപുരത്തുള്ള ആൾ വന്നാലും ഞങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ കൊച്ചിക്കാരനാക്കും. അതുകൊണ്ട് റാഫി ഒരു കൊച്ചിക്കാരനാണ് എന്ന് കൊച്ചി മേയർ ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. ഇനി മേലിൽ നിലമ്പൂരാണെന്ന് പറയരുത്. പറഞ്ഞാൽ ഞങ്ങൾ മറ്റേ മാതൃഭൂമിയുടെ റേഡിയോ എന്ന് ഞങ്ങൾ മാറ്റും. റാഫി, അപ്പൊ നിലമ്പൂർക്കാർക്ക് വിഷമാവൂലേ? നിലമ്പൂരുകാർ വിഷമിക്കണമെന്നും നിലമ്പൂരുകാർ ഇത്രയൊന്നും കേൾക്കുന്നില്ല. റാഫി പറയണം, കേൾക്കണം ഞങ്ങളുടെ നാട്ടുകാരാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ള ഒരു കൊച്ചിയുടെ 2030 പ്രധാന മാറ്റം ഞാൻ കാണുന്നത് കെനാൽ റിജുവനേഷനാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ കനാലുകളെല്ലാം മാറി ക്ലീൻ വെള്ളമുള്ള, ശുദ്ധമായ വെള്ളമുള്ള, സമ്പൂർണമായും സ്യൂവേജുള്ള, കൊതുകില്ലാത്ത, ഞാൻ പോയിട്ടുള്ള കാര്യം പറയണം, അതുവരെ എന്നെ കൊതുകിൻ്റെ പേരിൽ ചീത്ത പറയാം. കൊതുകില്ലാത്ത, സിവേജ് വന്നാലേ കൊതുകില്ലാതാവുള്ളൂ. കൊതുകില്ലാത്ത, പ്രത്യേകിച്ച് പൊതുജനാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമായി കൊച്ചി മാറും. എൻ്റെ അഭിപ്രായത്തിൽ മെട്രോയും വാട്ടർ മെട്രോയും ആയിരുന്നു കഴിഞ്ഞ 10-20 കൊല്ലക്കാലത്ത് നമ്മുടെ ഗെയിം ചേഞ്ചർ. കഴിഞ്ഞ 3 കൊല്ലത്തെ മാറ്റം വാട്ടർ മെട്രോ ആണ്. കെനാൽ റിജുവനേഷൻ ആയിരിക്കും അടുത്ത 5 കൊല്ലത്തെ നമ്മുടെ ഗെയിം ചേഞ്ചർ. ഏത് ഗവൺമെൻറ് വന്നാലും എന്നാണ് എൻ്റെ അഭിപ്രായം. 4000 കോടി രൂപയുടെ പദ്ധതിയാണ്. പക്ഷെ ഒരു 5 കൊല്ലം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്താൽ ഉറപ്പ് റാഫി, നമ്മളിപ്പോൾ ഇങ്ങനെ സിംഗപ്പൂർ പല സ്ഥലങ്ങളുമൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യും. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളൊന്നുമായിട്ട് താരതമ്യം ചെയ്യേണ്ട. കൊച്ചി വിൽ ബി ഇൻ ഇറ്റ്സ് ഗ്ലോറിയസ്റ്റ് ഹൈറ്റ്സ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 2030 എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സംഭവിക്കും എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഒറ്റ കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ, മേയറായിട്ട് അനിൽകുമാർ ഉണ്ടാവില്ല എന്ന ഒറ്റ കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു നല്ല കാര്യം ഉണ്ടാവാൻ പോകുന്നത് 2030 അരങ്ങ് ഒഴിയുമ്പോൾ നമുക്കൊരു വനിതാ മേയർ ഉണ്ടാകും എന്നാണ് ഞാൻ അതിൽ കാണുന്ന ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം. ആ വനിതാ മേയറുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനം പൂർത്തീകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. KMR-ലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി. താങ്ക് യു. സാറ് പറഞ്ഞ പോലെ ഞാൻ 2030 കൊച്ചി എങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചപ്പോൾ AI തന്ന ഇമേജിലും നമ്മുടെ കനാല് വെളുത്ത് കിടക്കുകയാണ്, അതായത് തെളിഞ്ഞ് കിടക്കുകയാണ്. പക്ഷെ ഇപ്പം നമ്മുടെ കനാല് ഏതാണ്ട് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, നെറ്റ് ഇടുന്നുണ്ട്, പക്ഷെ കനാല് കറുത്ത് തന്നെ കിടക്കുന്നത്. പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത് തെളിഞ്ഞ് കിടന്നിരുന്ന വെള്ളമാണ് പേരണ്ടൂർ കനാല്, ബാക്കിയുള്ള കനാലുകളൊക്കെ, മുല്ലശ്ശേരി കനാലൊക്കെ. കനാല് നമ്മുടെ വാട്ടർ മെട്രോയ്ക്ക് ഏറ്റെടുത്ത് നന്നാക്കാൻ സാധ്യതയുണ്ടോ സാർ? നമ്മളിപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ IORWTS എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്, അത് 3400 കോടി ബജറ്റിലുള്ള ഒരു പ്രോജക്റ്റാണ്. അത് വാട്ടർ മെട്രോ എന്ന് പറയുന്നത് വെറും 747 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. അതിൻ്റെ 4 ഇരട്ടി വലിയ പ്രോജക്റ്റാണ് IORWTS എന്ന് പറയുന്നത്. ഈ കനാലുകൾ നന്നാക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ചലഞ്ച്. കാരണം എല്ലാവർക്കും അറിയാം, അത് നാവിഗബിളാക്കുക, സീവേജ് പ്ലാന്റുകൾ സ്ഥാപിക്കുക, ആ രീതിയിലുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. എങ്കിലും ഓൾറെഡി ഈസ് റണ്ണിങ്, ദ പ്രോജക്റ്റ് ഈസ് റണ്ണിങ്. അപ്പോൾ അത് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഏകദേശം 16.5 മീറ്ററെങ്കിലും വീതിയിൽ ഈ കനാലുകൾ നാവികബിളാക്കി മാറ്റി അതിലൂടെ വാട്ടർ മെട്രോ ബോട്ടുകളും ഓടിക്കുക എന്നതാണ് കാഴ്ചപ്പാട്. നമ്മുടെ കനാലിൽ കൂടെ വാട്ടർ മെട്രോസ് ഓടിക്കാനാണ് തീർച്ചയായും. ഇടപ്പള്ളി കനാലിൽ കൂടി. പക്ഷെ കലൂരൊക്കെ പേരൂർ കനാല് ബ്ലോക്ക് അല്ലേ? അതാണ് നമ്മുടെ റാഫി, ഞാനതൊന്നും കൂടി ക്ലിയർ ആക്കാം. സാജൻ പറഞ്ഞത് ഞാനൊന്നും കൂടി ക്ലിയർ ആക്കാം. ഏതായാലും ചന്ദ്രൻപിള്ള സാഹു അന്ന് സെറ്റ് ചെയ്ത് എൻ്റെ ഒരു സ്വപ്നം ചോദിച്ചപ്പോൾ കനാൽ റിജുവനേഷനാണ് പറഞ്ഞത് 2030. റാഫി, അതിലെന്താന്ന് വെച്ചാൽ കനാലിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഡിസിഷൻസ് എല്ലാം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. മേയറും MP യും MLA മാരും
മന്ത്രി ബഹുമാനനായ ശ്രീ രാജീവും കൂടി ചേർന്ന് KMRL MD ശ്രീ ലോക്നാഥ് ബെഹ്റയായിട്ട് ഇരുന്നിട്ട് ഒരു പോളിസി ഡിസിഷൻ എടുത്തു. കനാലിൻ്റെ വീതി എന്തായിരിക്കണം? ഞങ്ങളൊരു മിനിമം വീതി തീരുമാനിച്ചു. ആദ്യം ഉണ്ടായിരുന്ന കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഇത് ഹൈക്കോടതിയുടെ തീരുമാനം പഴയ ഒരു മാപ്പുണ്ട്, ലിത്തോ മാപ്പ് എന്ന് പറയും. അത് 1970-കളിലെ മാപ്പാണ്. ആ മാപ്പ് വെച്ചിട്ടുള്ള വീതിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ ഒരുപാട് ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടി വരും. ഞങ്ങളൊരു ഡിസിഷൻ എടുത്തു. നിലവിലുള്ള കനാലിൻ്റെ 2 സൈഡിലും നമുക്കൊരു റോഡ് വേണം, ഒരു പാർക്ക് വേണം, സ്വീവേജ് ലൈൻസ് അതിലെ പാസ് ചെയ്യണം. 6 സ്ഥലങ്ങളിൽ, ഇപ്പോൾ അത് ഇവർ ചുരുക്കിയിട്ട് 4 സ്ഥലങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട്. 4 സ്ഥലങ്ങളിൽ നമുക്കൊരു സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, റീസെൻട്രലൈസ് സ്വീവേജ് പ്ലാൻസ് വേണം. അപ്പോൾ കനാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കോരാൻ പറ്റണം. ആദ്യം നന്നായിട്ട് കോരും, ആവശ്യത്തിനുള്ള വീതി എടുക്കണം, എപ്പോൾ വേണമെങ്കിലും കോരാൻ പറ്റിയ വിധത്തിൽ സൈഡിൽ അതിനൊരു റോഡ് ഉണ്ടാകണം. നേരത്തെ പറഞ്ഞ ഒരു ബ്യൂട്ടിഫിക്കേഷൻ സ്കീം ഇതിൻ്റെ ഭാഗമായിട്ട് വരണം. ഈ കനാലിലെ വെള്ളം കറുത്തിരിക്കാൻ കാര്യം സിവേജ് ലൈൻസിൻ്റെ കണക്ഷനാണ്, നമ്മുടെ ഡ്രെയിനേജിൽ നിന്നുള്ള കണക്ഷൻസാണ്. അത് നിർത്തുകയും വേണം. പൈസ, എൻ്റെ അഭിപ്രായത്തിൽ പൈസയല്ല പ്രശ്നം. ഇപ്പോൾ ഇവർക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് പൈസ കിട്ടി. പ്രശ്നം ഇപ്പോൾ ഫൈനലി ഹെൽഡപ്പ് ആയത് സിവേജ് പ്ലാന്റ് എവിടെയൊക്കെ വേണമെന്നുള്ള തർക്കം വരുന്നു. ഞങ്ങൾ തമ്മിലല്ല കേട്ടോ, ബിറ്റ്വീൻ ദ എൻജിനീയറിംഗ് സൈഡ്. ഇനി കാശ് പ്രശ്നമല്ലെന്ന് ഞാനിപ്പോൾ പറയാൻ കാര്യം, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഡൽഹിയിൽ നടന്ന വർക്ക്ഷോപ്പിൽ എൻ്റെ ഒരു സെഷനിൽ AFD ഉണ്ട്. AFD ആണ് ഇവർക്ക് ഈ വാട്ടർ മെട്രോവിൻ്റെ മുഴുവൻ പൈസയും കൊടുത്തത്. KFW, ജർമ്മൻ KFW. അവർ പറഞ്ഞൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മേയർ, വി ആർ റെഡി ടു ടോട്ടലി ഫൈനാൻസ് ദിസ് കനാൽ റീജുവനേഷൻ പ്രോജക്റ്റ്. കാരണം അവർക്ക് ഇൻട്രസ്റ്റ് അധികം വേണ്ട. ദ ഓൺലി തിങ് ഇസ് ദാറ്റ് യു ഷുഡ് ഗീവ് എസ് എ ഫൈനൽ ഡിസിഷൻ കിട്ടിയാൽ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ മെട്രോ ഫിനാൻസ് ചെയ്ത പോലെ തന്നെ കനാൽ റീജുവനേഷനും ഒരു ഫിനാൻസിങ് വരും. നമ്മൾ ഈ വർഷം മാർക്കറ്റ് കനാലും അതുപോലെ തന്നെ എടപ്പള്ളി തോടും ഒക്കെ തുടങ്ങാനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർക്കറ്റ് കനാൽ നമ്മൾ തീർക്കണം എന്നാണ് നമ്മുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. ശ്രീ KM എബ്രഹാം IAS അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ സ്ഥിരമായിട്ടത് റിവ്യൂ ചെയ്യുന്നുണ്ട് എല്ലാ മാസവും. അപ്പോൾ അത് നടക്കുക തന്നെ ചെയ്യും. അത് വന്നാൽ ഈ പറഞ്ഞൊരു ചേഞ്ച് ആവും. പിന്നെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം തോന്നി സാജൻ പറഞ്ഞതിൽ. ഇവർക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു ബോട്ട് ഓടിക്കാൻ. അത് അത്ര ഈസി ആയിരിക്കില്ല, കാരണം പല സ്ഥലങ്ങളിലും പാലങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്, ഈ പെഡൽ ബോട്ട്സ് ഇല്ലേ. ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വന്നാൽ ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. ഒരു ഭയങ്കര വൈറലായ വീഡിയോ ഉണ്ടായി, ഒരാൾ പാലത്തിൻ്റെ ഹൈറ്റ് വരുമ്പോൾ അങ്ങ് ഇരിക്കും. പക്ഷേ സ്ഥിരമായിട്ട് ഈ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടിയാണെങ്കിലും പോയാൽ ഈ വെള്ളത്തിനൊരു ഇളക്കമൊക്കെ വരുമ്പോഴും ഇതിൻ്റെ ഭംഗിയൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രശ്നം ഞാൻ പറഞ്ഞ സിവേജും സോളിഡ് വേസ്റ്റും അവിടെ നിന്ന് മാറിയാൽ തന്നെ കനാലുകൾ പഴയ ഒരു ഗാംഭീര്യത്തിലേക്ക് പോകും. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് എന്നത് ഞാനൊന്ന് സാജൻ പറഞ്ഞത് ചന്ദ്രൻപിള്ള സഖാവ് അന്നൊന്ന് സെറ്റാവാൻ വേണ്ടി ഞാനൊരു 2 മിനിറ്റ് എടുത്താണ്. താങ്ക് യു സർ. ഈ ബോട്ട് ഓടിക്കണം എന്ന ആഗ്രഹമുണ്ട് വാട്ടർ മെട്രോയ്ക്ക് കനാലിൽ കൂടെ. പക്ഷേ സാറ് പറഞ്ഞ പോലെ പല സ്ഥലത്തും ബ്ലോക്ക് ഉണ്ട്. കലൂര് റോഡ് പോകുന്ന കനാലിൻ്റെ മുകളിൽ കൂടെയാണ്. അവിടെ ബോട്ടിനല്ല തവളയ്ക്ക് പോകുന്ന സ്ഥലം ഉണ്ടോയെന്ന് അറിയില്ല അടിയിൽ. അപ്പോൾ ഇതിന് പ്ലാൻ ഉണ്ടോ? ശരിക്കും ബോട്ട് ഓടിക്കാനുള്ള പ്ലാൻ ഉണ്ടോ? നമ്മൾ ബോട്ടെന്ന് പറയുമ്പോഴേ അത് ഈ സെയിം ബോട്ടാകണമെന്നില്ലല്ലോ. നമുക്ക് അതനുസരിച്ച് ഇപ്പോൾ ആംസ്റ്റർഡാമിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഓടുന്ന ബോട്ടുകളെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഹൈറ്റ് കുറഞ്ഞ പാലങ്ങളാണ്. ആ പാലങ്ങൾ അടിയിലൂടെ പോകാൻ തക്ക രീതിയിലുള്ള ബോട്ടുകളാണ് അവിടെ അവർ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ രീതിയിലും നമുക്ക് ആലോചിക്കാവുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ രീതിയിലേക്ക് അതൊരു ടൂറിസം ആയിരിക്കും കൂടുതൽ അതിനകത്ത് മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ്. 2030 തെളിഞ്ഞ കനാലുകളുള്ള കൊച്ചി, അതാണ് നമുക്കിവിടെ ഒരു വിഷ്വല് കിട്ടുന്നത്. അങ്ങനെ വരട്ടെ. GCA ചെയർമാൻ ചന്ദ്രപിള്ള സാറിനോട്, സാർ താങ്ക് യു വന്നതിന്. 2030 GCDയുടെ റെലവൻസ് എന്തായിരിക്കും? മറൈൻ ഡ്രൈവ്, വാക്ക് വേ, ക്വീൻസ് വാക്ക് വേ, ഇതൊക്കെ GCDയുടെ എടുത്തു പറയേണ്ട ഹൈലൈറ്റ് നേട്ടങ്ങളാണെങ്കിൽ 2030 വരുമ്പം GCDയുടെ റെലവൻസ് എന്തായിരിക്കും സാർ ഇപ്പോൾ നോക്കുമ്പോൾ? വളരെ വിശാലമായ ചോദ്യമാണ്. ഏറ്റവും ചുരുക്കി പറയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. GCDയുടെ റെലവൻസ് ഇന്നത്തതിനേക്കാൾ വളരെ ഉയർന്നതാകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ ഒരു പ്രസ്താവന ചെയ്യുമ്പോൾ അതിന് മതിയായ സാക്ഷ്യം ഞാൻ തരേണ്ടതുണ്ട്. അതിൻ്റെ കാര്യം, കൊച്ചിയുടെ ഭാവി വികസനത്തെ സംബന്ധിച്ച്
എന്തെല്ലാം ഭാവനാപൂർവ്വം നമ്മൾ തീരുമാനിച്ചാലും അത് നടത്തിയെടുക്കുന്നതിൻ്റെ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനം GCD ആകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കോർപ്പറേഷൻ മാത്രമല്ല കൊച്ചി. കൊച്ചി കുറേ കൂടി വിപുലമാണ്. അതുകൊണ്ട് തന്നെ ഗ്രേറ്റർ കൊച്ചിൻ എന്ന് പറയുന്നത് ഏതാണ്ട് കോർപ്പറേഷൻ്റെ സമാന നിലയിൽ തന്നെ മുനിസിപ്പാലിറ്റികൾ 9 ചുറ്റുമുണ്ട്. ബാക്കി പഞ്ചായത്തുകളായിട്ട് താഴ്ത്തി കാണാൻ പറ്റില്ല. പഞ്ചായത്തുകളിലും ഗെറ്റിംഗ് അർബനൈസ്ഡ് ഇൻ എ റാപ്പിഡ് വേ അറൗണ്ട് കൊച്ചി ആസ് എ ബിഗ് സിറ്റി ഓഫ് ഹൈറ്റ്സ് ടു ലുക്ക് അറ്റ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ഇൻസ്റ്റലേഷൻസ്, ഒരു സിറ്റി എന്ന് പറയുമ്പോൾ ഗ്രാമീണ തലങ്ങളിൽ ഇല്ലാത്ത സൗകര്യങ്ങളുടെ ഒരു കേന്ദ്രമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ആധുനികമായ ആവശ്യങ്ങളോട് ഏറ്റവും കൂടുതൽ നീതിപൂർവ്വം പ്രതികരിക്കാൻ കഴിയുന്നവരാണ് സിറ്റി. അതുകൊണ്ട് ആൾ ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ടാണ്. പുറത്തുനിന്ന് വരുന്നതിൻ്റെ അട്രാക്ഷൻ അതാണ്. അതിന് ഇന്നുള്ളത് പോരാ, അത് ഓരോ ദിവസം ചെല്ലുന്തോറും വികസിക്കണം. വരുന്ന ആളുകളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല, വരുന്ന ആളുകളുടെ ആവശ്യങ്ങൾ വൈവിധ്യമാർന്ന ആവശ്യങ്ങളാണ്. അപ്പോൾ ഇതിനെ നിർവഹിക്കുന്നതിനുള്ള ഏത് പരിപാടി നടപ്പാക്കുമ്പോഴും അതിനൊരു ഒരു ഒരു ബേസിക്കലി ഐഡിയ, അതിനുശേഷം അതിൻ്റെ ഒരു ഡിസൈൻ, പിന്നെ അതിൻ്റെ ഒരു മതിയായ പ്രൊക്യൂർമെൻറ്റോട് കൂടിയുള്ള കൺസ്ട്രക്ഷൻ, അതിനവസാനം അത് കാണിച്ചു കൊടുക്കുന്ന പരിപാടി. അതിന്ന് കോർപ്പറേഷനോ മറ്റ് സംവിധാനങ്ങൾക്കോ ഇല്ലാത്ത വിധത്തിൽ അങ്ങനത്തെ ഒരു എൻജിനീയറിംഗ് ഡിസൈൻ സംവിധാനം ഉള്ളത് GCDക്കാണ്. അതുകൊണ്ട് അത് ഇന്നത്തേതിനേക്കാളും ഇനിയും ഉയരണം. 2030 ഒരു പക്ഷേ GCDയുടെ ഒരു ഐക്കണിക്കായിട്ട് സംഭാവന ചെയ്യാൻ പോകുന്നത് മറൈൻ ഡ്രൈവിനപ്പുറത്ത്, സ്റ്റേഡിയത്തിനപ്പുറത്ത് അമ്പക്ക സ്റ്റേഡിയമായിരിക്കും. അമ്പക്ക സ്റ്റേഡിയം ഇന്നത്തെ വ്യത്യസ്തമായി ഏറ്റവും സ്വീകാര്യമായ നവീനമായ എല്ലാ സൗകര്യങ്ങളും കൂടിയ ഒരു ഇൻ്റർനാഷണൽ സ്പോർട്സ് കോംപ്ലക്സ് ആവും. അത് വിശദീകരിക്കുന്നില്ല. അതിനകത്ത് ഒരു 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 10-15,000 പേരെ സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്തൊരു മിനി എന്ന് പറഞ്ഞുകൂടാ, ഒരു ഐഡിയൽ ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാവും. ബാക്കി എല്ലാ ഗെയിമിനും അതിൻ്റെ ചുറ്റുമായിട്ട് ഒരു 7-8 ഏക്കർ സ്ഥലമുണ്ട്. അതിൻ്റെ ഡിസൈൻ ആയിട്ടുണ്ട്. അത് വരുന്ന വർഷം ഏറെക്കുറെ നല്ല നിലയിൽ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റും. 2030 ആകുമ്പോൾ അത് പ്രധാനമായിരിക്കും. മറ്റൊന്ന്, സ്റ്റേഡിയത്തിൻ്റെ ഇന്നത്തെ നില ഞങ്ങൾ മാറ്റും. നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ സ്ഥലമാകെ ഫിഫ സ്റ്റാൻഡേർഡ്സിന് വിധേയമായി ഉപയോഗപ്പെടുത്തുന്ന ഈ സിറ്റിയിലെ ആളുകൾക്ക് വന്നു പോകാവുന്ന ഏറ്റവും ബ്യൂട്ടിഫൈഡ് ഏരിയ ആയിട്ട് മാറുന്ന ഒരു പരിപാടി വരും. പിന്നൊരു പ്രശ്നം ഞങ്ങൾ ആലോചിക്കുന്നത്, നേരത്തെ മേയർ ഇതിനകത്തൊക്കെ കാര്യങ്ങൾ പറയാൻ എന്നേക്കാൾ പ്രാപ്തനും യോഗ്യനുമാണ് പല പല കാരണങ്ങളുമുണ്ട്. ഇറ്റ് ഈസ് എൻ എലക്റ്റഡ് ബോഡി. അതേസമയം പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ കൊച്ചി ഒരു വാട്ടർ സിറ്റിയാണ്. ആ വാട്ടർ സിറ്റിയെ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ശകലം പ്രയോജനപ്പെടുത്തിയതിൻ്റെ ആളുകളാണ് അവർ. ബട്ട് അവരതിൻ്റെ അറ്റത്തേ വന്നിട്ടുള്ളൂ. മെട്രോ മാത്രമല്ല, ഐ മീൻ മെട്രോ, വാട്ടർ മെട്രോ ടു യൂട്ടിലൈസേഷൻ കോഎഫിഷ്യന്റ് ഇസ് വെരി ലോ while comparing with other cities those are enjoying this water sufficiency. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു നിലയിൽ ഇവിടെ ഒരുപാട് കാര്യം ചെയ്യാൻ. ഇനി കൂടുതലായിട്ട് കാര്യം ഞാൻ പറയാം. നമ്മുടെ സിറ്റി ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഇതിൻ്റെ എത്രയോ ഇരട്ടി വളരണം. അതിൻ്റെ ഒരു ഫോക്കസ് IT-യാണ്. ഐ ടി ലോകത്തിലെ ഏറ്റവും മികച്ച IT കേന്ദ്രമായി കൊച്ചിക്ക് വരാൻ അവകാശമുണ്ട്. ലോകത്തിൽ തന്നെ പറയാം, വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച IT കേന്ദ്രമായി കൊച്ചി മാറുന്നതിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ സക്സസ് സ്റ്റോറിയാണ് ഇൻഫോ പാർക്ക് പൊതുമേഖലയിലെ ഒരു സ്ഥാപനം എങ്ങനെ വളരാമെന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. നമ്മൾ പൊതുമേഖലയ്ക്കെതിരായിട്ട് പാട്ടുപാടി നടക്കുന്ന ആളാണല്ലോ. പക്ഷേ പൊതുമേഖലയുടെ വികാസത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. എന്നിട്ട് പ്രൈവറ്റ് വന്ന സ്മാർട്ട് സിറ്റി എവിടെ എത്തി? സ്മാർട്ട് സിറ്റി പോയില്ല, മുമ്പോട്ട് പോയില്ല. ഇപ്പം എന്താ പ്രശ്നം? ഇപ്പോൾ 3ാം ഘട്ട വികസനം വേണം. ആ 3ാം ഘട്ട വികസനത്തിലും 2030 ആകുമ്പോൾ പ്രധാന പങ്ക് വഹിക്കാൻ GCDക്ക് കഴിയും. അതുകൂടെ പറയാൻ ചുരുക്കാം. ഞങ്ങളതിനെ പുതുതായിട്ട് എടുക്കുന്ന ലാൻഡ് പൂളിങ്ങാണ്. ഈ നഗരത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും വലിയ കൺസ്ട്രെയിൻ ലാൻഡാണ്. ലാൻഡ് ഇല്ല. അതേസമയം പറയണമെങ്കിൽ ലാൻഡ് ഇരിപ്പില്ലേ? അവർക്ക് കൂടി ആകർഷകമായ ടേമിൽ ആ ലാൻഡ് ഉപയോഗപ്പെടുത്തേണ്ട നവീനമായ പദ്ധതി കൊടുക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ്. പൊളിറ്റിക്കൽ കോൺസെൻസി കൊടുക്കണം. ലാൻഡ് കയ്യിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെച്ചപ്പോൾ 50 ഏക്കർ കൂടുതലുള്ള ആളുകൾ 30 പേരിൽ കൂടുതൽ എടുത്തു വന്നു. ലാൻഡ് ഉണ്ട് ഇവിടെ, പക്ഷെ ആരും ഒന്നും ചെയ്യാൻ തയ്യാറില്ല, ധൈര്യമില്ല. ഭൂമി ഒരാൾക്ക് കൊടുക്കുമ്പോൾ അന്നേരം കിട്ടുന്ന കാശല്ലാതെ ദീർഘകാലത്തേക്കുള്ള വികസനത്തിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റി അനുവദിക്കുന്നതിലേക്ക് അവരെ പ്രേരിപ്പിക്കണം. അതിനാണ് ലാൻഡ് പൂളിംഗ് എന്ന് പറയുന്നത്. അത് ഞങ്ങൾ 2 കൊല്ലം കൊണ്ടൊരു ബോധി എന്ന് പറഞ്ഞൊരു കൺവെൻഷൻ നടത്തി ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ. അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ കേരള ഗവൺമെൻറ് തന്നെ ലാൻഡ് പൂളിങ്ങിൽ GCDക്ക് ഇൻഫോ പാർക്കിൻ്റെ അടുത്ത വികസനമായിട്ട് അവസരം തന്നിട്ടുണ്ട്. 300 ഏക്കർ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 300 ഏക്കർ.
ആ 300-നകത്ത് 100 ഏക്കറാണ് IT സ്പേസ്. IT സ്പേസ് വരുമ്പോൾ IT സ്പേസിലുള്ള ആളുകൾ ബാക്കി സമയത്ത് എവിടെയാണ്? പുറത്താണ്. ആ സമയത്ത് അവർക്കത് ഫെസിലിറ്റി കൊടുക്കണം. ITസിലേക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 കൊല്ലം കൊണ്ട് അത് 4-5 ലക്ഷം രൂപയാവും മാസ ശമ്പളം. 5 ലക്ഷം രൂപ കിട്ടുന്ന ഒരാൾ എന്ത് ചെയ്യും? എന്തോരം ഭക്ഷണം കഴിക്കാൻ പറ്റും? എന്തോരം വസ്ത്രം ധരിക്കാൻ പറ്റും? ഒരുപാട് മിച്ചം ഉണ്ടാവും. അപ്പോൾ ഒരു വലിയ ഇടത്തരക്കാർ വരും. ഇടത്തരക്കാരുടെ എണ്ണം അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂടുന്ന എണ്ണത്തിൻ്റെ ആവശ്യങ്ങൾക്കുള്ള ഫെസിലിറ്റീസ് വേണ്ടേ? കൾച്ചറൽ സ്പേസ്, ആക്റ്റീവായിട്ട് മറ്റൊരുപാട് സ്ഥലങ്ങൾ, ജീവിതത്തിൻ്റെ വെൽനെസ് സംബന്ധിച്ച മറ്റു സങ്കല്പം മാറുമ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ്. അതിലേറ്റവും പ്രധാനം ട്രാൻസ്പോർട്ടാണ്. ട്രാൻസ്പോർട്ടിലൊക്കെ കൺജഷൻ. കാക്കനാടെന്നൊരു IT ഉദ്യോഗസ്ഥൻ ജോലി കഴിഞ്ഞിട്ട് എറണാകുളത്ത് വന്ന് കുറച്ച് നേരം മറൈൻ ഡ്രൈവിൽ ഇരിക്കണമെന്ന് തീരുമാനിച്ചാൽ എപ്പോൾ എത്തും? അവിടെ നിന്ന് പോന്നാൽ 4 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും. പിന്നെ പോകണ്ടേ? 8 മണിക്കൂർ വഴി പോയി. അതാണ് റാപ്പിഡ് ട്രാൻസ്പോർട്ട്. റാപ്പിഡ് ട്രാൻസ്പോർട്ട് ഇൻഡിവിജ്വൽ ട്രാൻസ്പോർട്ടിൽ നിന്ന് മാസ് ട്രാൻസ്പോർട്ടിലേക്ക് മാറ്റണം. 2030 ആകുമ്പോൾ GCD വയ്ക്കുന്ന ഒരു നിർദ്ദേശം അതാണ്. മാസ് ട്രാൻസ്പോർട്ട് വേണം കൊച്ചിക്ക്. കൊച്ചി ഇപ്പോൾ ഇൻഡിവിജ്വൽ ട്രാൻസ്പോർട്ടിൻ്റെ വലിയ കൺജഷനിലാണ്. ഓരോ കാറിൽ ഓരോരുത്തർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോകുന്ന കാറൊക്കെ ഒരാളാണ് പോണത്. ഒരാൾക്കുള്ള സ്പേസോ? 4 കാറാകുമ്പോൾ ഒരു ബസ്സിൻ്റെ സ്പേസായി. അപ്പോൾ 4 പേര് പോകുമ്പോൾ ഒരു ബസ്സിൻ്റെ സ്പേസ് പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ആ കഞ്ചഷൻ മറ്റേ എന്ത് വേണം? മാസ് ട്രാൻസ്പോർട്ട്. ആ മാസ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഉദാഹരണമാണ് മെട്രോ, വാട്ടർ. അങ്ങനത്തെ ഒരു മാസ് ട്രാൻസ്പോർട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം. നോൺ മോട്ടോറൈസ്ഡ് ഫെസിലിറ്റീസ് ഒരുപാട് മാറ്റണം. ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ കൊച്ചിയിലെ പുതിയ വരവിനെ ഉൾക്കൊള്ളാനും അവർക്കൊരു റിലീസ് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കുന്നതിലേക്ക് വേണം. അങ്ങനെയൊക്കെയുള്ള അതിലും പിന്നെ ഒന്നും കൂടി ഓപ്പൺ സ്പേസസ് മാക്സിമം ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഓപ്പൺ സ്പേസസ് ഡിസ്കഷനല്ലേ, എല്ലാവരും പറയട്ടെ, അവർക്കൊരു അവസരം കൊടുക്കുക പ്ലീസ്. അപ്പോൾ ഇതിനൊക്കെ GCDയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ആവശ്യമാണ്. GCDയും കോർപ്പറേഷനും ബാക്കി എല്ലാവരും എത്ര ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് സാറിൻ്റെ അഭിപ്രായത്തിൽ? GCDയെയും കോർപ്പറേഷനും ഇപ്പോഴത്തെ സ്ഥിതി ഏറ്റവും യോജിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പിന്നെ ഇടയ്ക്ക് മീഡിയയൊക്കെ ചില അബറേഷൻസൊക്കെ കാണിക്കുന്നുള്ളത് ഒഴിച്ചാൽ മീഡിയയുടെ കാഴ്ചയാണ്. നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളിലും ശ്രീ K. ചന്ദ്രൻപിള്ളയുടെ കാഴ്ചപ്പാടായിരിക്കില്ല എനിക്ക്. കാരണം അദ്ദേഹത്തിന് എന്നേക്കാൾ ഒരുപാട് വർഷത്തെ പ്രായോഗികമായ അനുഭവം കൂടുതലുണ്ട്. ഞാൻ പക്ഷേ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാനൊരു അഭിപ്രായം പറയും. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാവും, ഭൂരിപക്ഷം സമയത്ത് ചിലപ്പോൾ അദ്ദേഹം പറയുന്നത് ശരിയാവും. അതൊഴിച്ചാൽ ഞങ്ങൾ ആസ് എ ടീം ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം മറൈൻ ഡ്രൈവിൽ ഒരു കാലത്ത് റാഫിക്ക് ഓർമ്മയുണ്ടാവും, വളരെ മോശം അഭിപ്രായം ഉണ്ടായിരുന്നു വേസ്റ്റ് മാനേജ്മെൻറ്റിൽ. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം എല്ലാ ഘട്ടങ്ങളിലും മേയറും ജില്ലാ കളക്ടറും 2 വഴിക്ക് പോകും. ഒരാൾ തെക്കോട്ട് പോകുമ്പോൾ മറ്റേ വടക്കോട്ട് പോകും. പക്ഷെ നിങ്ങളെടുത്തു ഈ ഒരു 4 കൊല്ലത്തെ ട്രജക്ടറി എടുത്തു, ഞങ്ങൾ ഒരു അക്ഷരം പോലും പരസ്പര വിരുദ്ധമായി സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ ഒരേ ട്യൂണിലേ സംസാരിച്ചിട്ടുള്ളൂ. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ, നമ്മുടെ ലാൻഡ് അക്വിസിഷൻസ്, ഓവർ ബ്രിഡ്ജസിൻ്റെ കാര്യങ്ങൾ എല്ലാ മാസവും കളക്ടറും മേയറും കൂടി ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന റിവ്യൂ മീറ്റിംഗ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റാഫി ചോദിച്ചതിൻ്റെ ഇപ്പോൾ KMRലായിട്ടാണെങ്കിലും അതെ, എനിക്ക് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. GCD ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളല്ല, GCD ആയിട്ട് ജീവിതത്തിലാകെ വല്ല ഒരു അഭിപ്രായ വ്യത്യാസം എനിക്ക് വന്നേക്കാം. ഈ KMRലായിട്ട് എനിക്കൊരു 25-30 അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല വർക്കിൻ്റെ. ഞാൻ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയണേ. പക്ഷേ അത് പബ്ലിക്കലി എയർ ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് മുടക്കാതെ ഞങ്ങൾ ഒരുമിച്ച് പറയും. ഇപ്പോൾ സഹോദരനെപ്പെട്ട് റോഡ് ചെയ്തത് GCD അല്ല KMRL ഫണ്ടാണ്, നോൺ മോട്ടറൈസ്ഡ് ട്രാൻസ്പോർട്ട്.
ഇത് നമ്മുടെ ഫുട്പാത്ത്സ് കലൂർ കടവന്ത റോഡിൽ ചെയ്തു. ബാക്കി സ്ഥലത്തെ ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് എനിക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്, ശ്രീ ചന്ദ്രൻപിള്ളയ്ക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഒരേ സൈഡിലാണ്. KMRL അവരുടേതായ പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കഴിയുന്നത്ര ഏജൻസികൾ കോർഡിനേറ്റ് ചെയ്ത് തന്നെ പോകണം. അതിനൊറ്റ കാരണമേ ഉള്ളൂ, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഒറ്റ ഫണ്ടാണ്. നമ്മുടെ MP ഫണ്ടെന്നും പറഞ്ഞ് ചിലവാക്കുന്നത് നിങ്ങളുടെ തന്നെ പൈസയാണ്. കോർപ്പറേഷൻ്റെ ഫണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ പൈസയാണ്. GCയുടെ കയ്യിലിരിക്കുന്ന ഫണ്ട് നിങ്ങളുടെയാണ്. സ്മാർട്ട് സിറ്റിയുടെ പൈസയും നിങ്ങളുടെയാണ്. MLA ഫണ്ട് നിങ്ങളുടെയാണ്. പക്ഷെ പലപ്പോഴും ഞങ്ങളെല്ലാവരും പറയണത് ഇത് കോർപ്പറേഷൻ്റെ ഫണ്ട്, മറ്റത് സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട്, ഇത് MPയുടെ ഫണ്ട്. ഇത് കേട്ടാൽ തോന്നും ഒന്നുകിൽ നമ്മളാരെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് തോന്നും ഞങ്ങളെ തിരഞ്ഞെടുത്ത പാർട്ടി ഏതായാലും പോണ വഴിക്ക്, ഏതായാലും ലെനിൻ സെൻറ്ററിൽ നിന്ന് പോണ വഴിക്ക്, ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ ചന്ദ്രൻപിള്ള സാഹു പറഞ്ഞ പോലെ മേയറായിട്ട് അനിൽകുമാർ തിരഞ്ഞെടുക്കപ്പെട്ട്, എന്നാൽ ലെനിൻ സെൻറ്ററിൽ നിന്ന് ഒരു ചെക്ക് എഴുതി, ബ്ലാങ്ക് ചെക്ക് എഴുതിയിട്ട് ഞങ്ങളുടെ സഖാവാണല്ലോ മേയറാവണം, അപ്പോൾ ഇഷ്ടംപോലെ പൈസ എടുത്തു എന്നും പറഞ്ഞ് CPM നിന്ന് തന്നെയാണല്ല. അപ്പോൾ നമ്മൾ നികുതിദായകരുടെ പണമാണ് ഉപയോഗിക്കുന്നത്. ആ പണം അവർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. ആ പണം ഏതെങ്കിലും ഒരു ഏജൻസിയുടെ പണമാണ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഏകോപിതമായി തന്നെ പ്രവർത്തിക്കണം. ആ കാര്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എപ്പോഴെങ്കിലും നമുക്കൊക്കെ ഒരു ചെറിയ അബറേഷൻ വരുമ്പോൾ ശ്രീ ചന്ദ്രൻപിള്ള തന്നെ തിരുത്താറുണ്ട്. കാരണം അദ്ദേഹം നമ്മളെക്കാൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി കാര്യങ്ങൾ അറിയാമെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു തെറ്റ് പറ്റുന്നുണ്ട്, നിങ്ങൾ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മളത് ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പം അങ്ങനെ തന്നെ പോകണം. സൂപ്പർ. സാർ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഫണ്ടാണ്. MLA ഫണ്ടാണെങ്കിലും MP ഫണ്ടാണെങ്കിലും സ്മാർട്ട് സിറ്റി ഫണ്ടാണെങ്കിലും. അപ്പോൾ നമ്മൾ ഈ ബസ് സ്റ്റാൻഡിൽ ബസ് ഷെൽട്ടർ പണിതിട്ട് MLAയുടെ ഫണ്ടിൽ നിന്ന് പണിത ബസ് ഷെൽട്ടർ എന്ന് എഴുതി വെക്കുന്നതിൽ സാറിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഞാനതിൽ അഭിപ്രായം പറയില്ല. കാരണം ഞാൻ പറഞ്ഞാൽ വിചാരിക്കും ഞാൻ MLA അല്ലാത്തതുകൊണ്ട് ഇയാൾ ഓരോ കാര്യങ്ങൾ പറയുകയാണെന്നാണ്. ഇങ്ങനെ പല പരിപാടികളുണ്ട്. അപ്പോൾ പോസ്റ്റർ അടിക്കുന്നുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ, നമ്മുടെ ഒരു വശം തളർന്ന പോലെ അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞ് ഇവിടുത്തെ കൗൺസിലറാണ് റനീഷ്. അപ്പോൾ ഞാനും ഇവരും തമ്മിൽ ഇടയ്ക്ക് വഴക്കുണ്ടാവും. ഇപ്പോൾ മാർക്കറ്റ് ഉദ്ഘാടനം, എൻ്റെ ഫോട്ടോ ഇല്ല അതിൽ പോസ്റ്ററിൽ. അപ്പുറത്ത് ബെൻസി ഇരിപ്പുണ്ട്. ബെൻസി വേറൊരു പാർട്ടിക്കാരിയാണ്. അവർക്കൊരു അഭിപ്രായം ഉണ്ടായി മേയറുടെ പടം ഉണ്ടാവണമെന്ന്. ഞാൻ പടം വെച്ചില്ല. അതിനൊറ്റ കാരണമുള്ളൂ, എന്തിനാ നമ്മൾ, എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും വലിയ പോസ്റ്റർ തന്നെ കൊച്ചിയിൽ നിരോധിക്കണം എന്നാണ്. അങ്ങനെ പോസ്റ്റർ ഒട്ടിക്കുകയാണെങ്കിൽ ആ ഒരു സ്പെസിഫിക് കാര്യത്തെ സംബന്ധിച്ച് മാത്രമേ, നമുക്ക് ഇലക്ട്രോണിക് സൈൻ ബോർഡ്സിലേക്കൊക്കെ പോകണം. പിന്നെ ഒരു വ്യക്തിയുടെ പടം ഇങ്ങനെ കൊണ്ടുവന്ന് മനുഷ്യരുടെ മുഖത്തേക്ക്, മനുഷ്യരുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത് ജനാധിപത്യത്തിന് നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ എൻ്റെ അഭിപ്രായം തന്നെ എല്ലാവരും ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം ഡെമോക്രസിയിൽ ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായമുണ്ട്. തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. എൻ്റെ അഭിപ്രായം ഇതാണ്. ബോർഡ് അങ്ങനെ വയ്ക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ കൊച്ചി മെട്രോ പണിയാൻ ഡൽഹി മെട്രോ ആണ് നമുക്ക് ഇങ്ങോട്ട് വന്ന് അതിന് വേണ്ട സജഷൻസും നിർദ്ദേശങ്ങളൊക്കെ തന്ന് ആദ്യം കുറച്ച് പണിതിട്ടാണ് അവർ പോയത്. പക്ഷെ ഇപ്പം ഇന്ത്യയിലെ പല നഗരങ്ങളിലേക്ക് വാട്ടർ മെട്രോയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കൊച്ചി വാട്ടർ മെട്രോയാണ് അത് പണിയാനും അതിന് ഐഡിയാസ് കൊടുക്കാനും വേണ്ടി ക്ഷണിച്ചേക്കുന്നത്. ഇപ്പോൾ 2030 ആകുമ്പോഴേക്കും വാട്ടർ മെട്രോയിൽ എവിടൊക്കെ നമുക്ക് എത്താൻ പറ്റും നിലവിലെ വിഷൻ പ്രകാരം? നിലവിൽ നമുക്ക് ഏതൊക്കെ റൂട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊച്ചി വാട്ടർ മെട്രോ ഉപയോഗിക്കുന്നുണ്ട് സാറിൻ്റെ കണക്ക് പ്രകാരം? നമ്മളിപ്പോൾ കൊച്ചി വാട്ടർ മെട്രോ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലാണ് ഇപ്പോഴും, കഴിഞ്ഞിട്ടില്ലല്ലോ. അതായത് നമ്മുടെ ഒരു പ്രോജക്റ്റിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് 10 ദ്വീപുകളിലായി 38 ടെർമിനലുകളും 78 ഇലക്ട്രിക് ബോട്ടുകളുമുള്ള ഒരു ശൃംഖലയാണ്. അതിൽ നമ്മൾ 18 ബോട്ടുകളെ ഇതുവരെ ആയിട്ടുള്ളൂ. അതുപോലെ 10 ടെർമിനലുകളെ ആയിട്ടുള്ളൂ. അതിൻ്റെ പൂർത്തീകരണം അടുത്ത 1-2 വർഷത്തിനുള്ളിൽ തീർക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതുകൂടാതെ ഇതൊരു ഫേസ് 1 എന്നുള്ള നിലയിൽ കണക്കാക്കിയാൽ മതി. അപ്പോൾ ഒരു എക്സ്പാൻഷന് എപ്പോഴും സ്കോപ്പുണ്ട്. ഇന്ത്യൻ വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നമ്മളിത് നേരത്തെ പ്രൊജക്റ്റ് ചെയ്തിരുന്നു. അതായത് ഇതൊരു റെപ്ലിക്കബിൾ മോഡലാണെന്നും മറ്റ് നഗരങ്ങൾക്ക് ഇത് മാതൃകയാക്കാവുന്നതാണെന്നുള്ള രീതിയിൽ നമ്മൾ പല പ്രസൻറ്റേഷൻ അവിടെ പോയി നടത്തിയിരുന്നു. അവർ വെരി റീസെൻ്റ്ലി അവർ 18 നഗരങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ അങ്ങോളം 18 നഗരങ്ങൾ. അതിൽ കേരളത്തിൽ നിന്ന് ആലപ്പുഴയും കൊല്ലവും കൊച്ചിയുടെ ഒരു സെക്കൻഡ് ഫേസ് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, അവസാന ഘട്ടത്തിലാണ്. അത് കൊച്ചി മെട്രോ തന്നെ ആയിരിക്കും ചെയ്യുക എന്നുള്ളതാണ്.
അത് ഈ പറഞ്ഞ പോലെ DMRCയുടെ ഒരു സ്റ്റാച്ചറിലേക്ക് കൊച്ചി മെട്രോയ്ക്ക് എത്താൻ കഴിയുന്ന അതിനേക്കുള്ള ശ്രമമാണ്. 2030 എന്ന് പറയുമ്പോൾ ഒരു 5 വർഷമേ ഉള്ളൂ. എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ലോങ് സ്പാനാണെന്ന് നമുക്ക് പറയാം. പഴയ കാലത്ത് 5 വർഷം എന്ന് പറയുന്നത് ഒന്നുമല്ല ആയിരുന്നില്ല ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ. ഇന്ന് 5 വർഷം കൊണ്ട് ലോകം തന്നെ മാറി പറയും. അപ്പോൾ 5 കൊല്ലത്തിന് ശേഷം ഒരുപക്ഷെ വാട്ടർ മെട്രോ ഇന്ന് കൊച്ചി വാട്ടർ മെട്രോ നേരത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭം ആക്ച്വലി ഇതേപോലെയുള്ള ലോകത്തെ ആദ്യ സംഭവമാണ് വാട്ടർ മെട്രോ. അപ്പോൾ അത് മറ്റ് നഗരങ്ങളിലേക്ക് പടരും എന്ന് വിശ്വസിക്കുന്നു. കൊച്ചിയിൽ നമ്മൾ കൊതുകെന്ന് പറയുന്നത് തന്നെ ക്ലീശയാണ്. കൊതുക് എന്നുള്ള വാക്ക് തന്നെ ക്ലീശയാണ് കൊച്ചിയിൽ. പണ്ട് വാസ്കോഡഗാമയ്ക്ക് പണി കൊടുത്തത് കൊച്ചിയിൽ നിന്ന് കൊതുകാണെന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലല്ലേ? കൊതുകെന്ന് പറയുന്നത് തന്നെ ക്ലീശയാണ്. കേൾക്കാവോ? ക്ലിയർ. സാറിന് ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല അല്ലേ? കൊതുകെന്ന് പറയുന്നത് തന്നെ ക്ലീശയാണ്. വാസ്കോഡഗാമയ്ക്ക് പണ്ട് കൊച്ചിയിൽ വന്നപ്പം കൊതുകാണ് പണി കൊടുത്തതെന്ന് ചരിത്രമുണ്ട്. മലേറിയ ബാധിച്ചിട്ടാണ് അദ്ദേഹം പണി കിട്ടിയത്. അപ്പോൾ പണ്ട് തൊട്ടേ ഉണ്ട് കൊച്ചിയിൽ കൊതുക്, ഇപ്പോഴും ഉണ്ട്. 2030 എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? റാഫി, ഇതിൽ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നമ്മുടെ എറണാകുളം ലോ കോളേജിലായിരുന്നു പഴയ കൊച്ചി നിയമസഭ ഹാളെന്ന് പറയുന്നത്. ആ നിയമസഭാ രേഖ നോക്കിയാൽ അന്നത്തെ MLA-മാർ, കേരളമായിട്ടില്ല, കേരളമായിട്ടില്ല, CH ദേവനൊക്കെ അംഗമാണ്, പനമ്പിള്ളി ഉണ്ടായില്ല. അന്ന് കൊച്ചിയിലെ കൊതുകിനെ സംബന്ധിച്ച ചോദ്യവും മറുപടിയും ഉണ്ട്. ഏത് കൊച്ചി നിയമസഭ ഐക്യ കേരളത്തിന് 57 മുമ്പ്. അതാണ് ഇപ്പോൾ നിങ്ങൾ വാസ്കോഡി ഗാമയെ പറ്റി പറഞ്ഞത്. അതിന് ശാസ്ത്രീയമായ 1-2 കാരണങ്ങളുണ്ട്. ഒന്നെന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഭൂമിശാസ്ത്രത്തിൻ്റെ പ്രശ്നമുണ്ട്. നമ്മൾ മിക്കവാറും ഈ വെള്ളത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. അതിൻ്റെ അതേ ഹൈറ്റിലാണ് നമ്മൾ. ചില സ്ഥലങ്ങൾ അതിൻ്റെ താഴെയാണ്. അപ്പോൾ സ്വാഭാവികമായും എപ്പോഴും കുറച്ച് വെള്ളം കെട്ടി നിൽക്കും. നമ്മുടെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ കൊതുകിനെ ആകർഷിക്കും. അതുകൊണ്ടാണ് ചേർത്തല ഇതേപോലെ കൊതുക് കൂടുതൽ ഇത് കൂടുതലുള്ള സ്ഥലമാണ്. ചേർത്തലയിൽ കുറച്ച് അപകടകരമായ കൊതുക് ഉണ്ടായിരുന്നു പണ്ട്, മന്തൊക്കെ നമുക്കറിയാലോ. പിന്നെ നമ്മുടെ പൊന്തക്കാടുകളുടെ ഒരു സാമീപ്യമാണ്. നമ്മുടെ ഇവിടെ ധാരാളം ഐലൻഡ്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ ഇരുന്നാൽ കൊച്ചി കോർപ്പറേഷൻ എന്ത് ചെയ്താലും ഫോർട്ട് കൊച്ചിയിലെ കൊതുക് തീരില്ല. എന്താ കാര്യം എന്ന് പറയൂ? തൊട്ടപ്പുറത്തെ ഐലൻഡ്സിൽ നിന്നും വൈപ്പിനിൽ നിന്നും കൊതുകിൻ്റെ വലിയ പടവിടെ ആക്രമിക്കും. അപ്പോൾ നമ്മൾ ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഭൂമിശാസ്ത്രം മാറ്റാൻ പറ്റില്ല. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പ്രധാനമായും കൊതുകിന് വളരാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നത് കനാലുകളാണ്. അതാണ് ഞാൻ നേരത്തെ കനാൽ റിജുവിനേഷൻ പറഞ്ഞത്. 2, നമ്മുടെ വീടുകളിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ധരിക്കും നമ്മുടെ വീടിന് പുറത്ത് കാനയിൽ നിന്ന് മാത്രം കൊതുകുന്നത്. ഇപ്പം ഡെങ്കു ഫ്രഷ് വാട്ടറിൽ നിന്ന് മാത്രം വരുന്ന കൊതുകാണ്, അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇപ്പം മണി പ്ലാന്റ് കൊച്ചിയിൽ 1-2 പേര് ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിനിടയിൽ മരണപ്പെട്ടിട്ടുണ്ട്. ഗാന്ധിനഗറിലൊരു കുട്ടി മരണപ്പെട്ടപ്പോൾ നിങ്ങൾ കേൾക്കേണ്ട, റാഫിയൊക്കെ അത് അങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ കുട്ടിയുടെ വീട്ടിൽ ഈ കുട്ടി അപ്പൂപ്പനും കൂടി ഒരുമിച്ച്, നമ്മുടെ ഈ കോളേജിൽ സ്കൂളിൽ പോകുന്നൊരു കുട്ടിയായിരുന്നു, ഗാന്ധിനഗറിലാണ് ഞാൻ പറഞ്ഞത്. ഈ അപ്പൂപ്പനും കുട്ടിയും കൂടി ഒരുമിച്ച് ഈ ഫ്രണ്ട്, എല്ലാ വീട്ടിലും ഈ ഫ്രണ്ടിലൊക്കെ കിടക്കേണ്ടി വരുമല്ലോ ചില സമയത്ത്. അപ്പോൾ ഈ ടെലിവിഷൻ വെച്ചിരിക്കുന്ന മുറിയിലാണ് ഈ അപ്പൂപ്പനും ഈ പേരക്കുട്ടിയും കിടക്കുന്നത്. അപ്പൂപ്പൻ ആദ്യം ഡെങ്കു വന്നു. ഡെങ്കു വന്നപ്പോൾ കോർപ്പറേഷൻ അറിയിച്ചു. വെക്ടർ കൺട്രോളിൽ നിന്ന് ആൾ വന്നു. ഏത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വന്നു. ചുറ്റും സ്പ്രേ ചെയ്തു. അവർ ചുറ്റും നടന്നിട്ട് ഏതെങ്കിലും ചിരട്ടയുണ്ടോ, വല്ല ഈ മറ്റേ ചട്ടിയിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെന്നൊക്കെ നോക്കി അതൊക്കെ കളഞ്ഞു. അപ്പൂപ്പൻ്റെ അസുഖം മാറി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പേരക്കുട്ടിക്ക് ഡെങ്കു പിടിച്ചു. ആ കുട്ടി മരണപ്പെട്ടു. മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് സംശയം തോന്നിയിട്ട് ഇവർ വീടിനകത്ത് നോക്കി. എന്താ സ്ഥിതി എന്നറിയൂ? ഇവരിയ്ക്കുന്ന TV-യുടെ അടുത്ത് ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഈ മണി പ്ലാന്റിൻ്റെ അകത്ത് ഇവർ വെള്ളത്തിലാണ് ഈ മണി പ്ലാന്റ് വളർത്തിയേക്കണത്. അതിനകത്ത് മുഴുവൻ ഡെങ്കുവിൻ്റെ ലാർവയാണ്. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മരണം ഉണ്ടായി. സെയിം സിറ്റുവേഷൻ. വീടിനകത്തല്ല, പുറത്താണ്, മണി പ്ലാന്റാണ്. എൻ്റെ വീട്ടിൽ ധാരാളം മണി പ്ലാന്റ് ഉണ്ട്. ഞാൻ ഈ 2 സംഭവങ്ങളും വന്നതോടുകൂടി ഞാൻ ഇതേപോലെ ഇവരെയൊക്കെ വെക്ടർ കൺട്രോളുകാരെ വിളിച്ചിട്ട് കംപ്ലീറ്റ് നോക്കി. അപ്പം ഡെങ്കുവിൻ്റെ ലാർവയില്ല, പക്ഷെ ലാർവ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. നിങ്ങൾ മനസ്സിലാക്കണം, മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ദിവസേന നനയ്ക്കുന്ന ശ്രദ്ധിക്കുന്ന എൻ്റെ വീട്ടിൽ ലാർവ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് കാണിച്ചു തന്നു. ട്രേ, നമ്മുടെ ചട്ടിയുടെ അടിയിൽ, പൂച്ചട്ടിയുടെ അടിയിലുള്ള ട്രേയിൽ വെള്ളത്തിൽ കെട്ടി ഉണ്ട്.
നമ്മുടെ ഈ വെന്റ് പൈപ്പിൻ്റെ നെറ്റ് പോയിട്ടുണ്ടെങ്കിൽ, സെപ്റ്റി ടാങ്കിൻ്റെ വെന്റ് പൈപ്പില്ലേ, കംപ്ലീറ്റ് കൊതുക് ആക്രമിക്കും. സെപ്റ്റി ടാങ്കിന് ഒരു ലീക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്നും കൊതുക് വരും. ഇങ്ങനെ ധാരാളം നമ്മുടെ ബോധവൽക്കരണത്തിലൂടെ മാറേണ്ട പ്രശ്നമുണ്ട്. അത് പലപ്പോഴും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. രണ്ട്, ഞങ്ങളുടെ സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. ഇപ്പൊ ശ്രീ ചന്ദ്രൻപിള്ള ഇവിടെ പറഞ്ഞില്ലേ, നമ്മുടെ കോർപ്പറേഷനെ കുറിച്ച് പറഞ്ഞില്ലേ. കോർപ്പറേഷൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാം. നിങ്ങൾ ലോക്കൽ ബോഡിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോക്കൽ ബോഡി എന്ന് പറയുന്നത് ആര് ഭരിച്ചാലും ലോക്കൽ ബോഡിയിൽ ടാക്സ് വരും, ടാക്സിൻ്റെ പ്രശ്നം വരും, ജീവനക്കാരന് ശമ്പളം കൊടുക്കുന്ന പ്രശ്നം വരും. ഇപ്പോൾ അംഗനവാടികൾ കോർപ്പറേഷൻ്റെ കീഴിലാണ്, ആശുപത്രികൾ കോർപ്പറേഷൻ്റെ കീഴിലാണ്, കൊതുക് കോർപ്പറേഷനാണ് നോക്കേണ്ടത്, റോഡ് കോർപ്പറേഷനാണ് നോക്കേണ്ടത്, ലൈറ്റ് കോർപ്പറേഷനാണ് നോക്കേണ്ടത്, കുടിവെള്ളം വാട്ടർ അതോറിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് വരും. ഇങ്ങനെ ഒരു വലിയ ഒരു സ്പ്രെഡ് ഔട്ട് ആക്ടിവിറ്റീസാണ്. പലപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്, ടൗൺ പ്ലാനിങ് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ കോർപ്പറേഷനെ കൊണ്ട് മാത്രം, അദ്ദേഹം കോർപ്പറേഷൻ എന്ന് പറഞ്ഞില്ല, അദ്ദേഹം മറ്റ് ലോക്കൽ ബോഡി എന്ന് പറയുന്നത്, കോർപ്പറേഷനും സഹജമായ ഒരു, നമ്മൾ പറയില്ല, ഒരു സഹജമായ ചില ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ സ്ട്രെങ്തൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, സിസ്റ്റമിക് ആയ പ്രശ്നങ്ങളുണ്ട്. അത് ശരിയാകണമെങ്കിൽ ലോക്കൽ ബോഡീസിൽ ആവശ്യമായിട്ടുള്ള സ്റ്റാഫ് പ്രൊഫഷണൽ സ്ട്രെങ്ത് വേണം. ഇപ്പോൾ കോർപ്പറേഷനിൽ ഒരു നല്ല എൻഡമോളജിസ്റ്റ് വേണം. വെറുതെ നമ്മൾ കൊണ്ടേ കൊതുകിന് മരുന്നടിച്ചിട്ട് കാര്യമില്ല, ഏത് മരുന്ന് അടിക്കണം, എൻഡമോളജിസ്റ്റ് വേണം. വെക്ടർ കൺട്രോളിൻ്റെ ഒരു ശരിയായ യൂണിറ്റ് കോർപ്പറേഷനിൽ വേണം. അല്ലാണ്ട് ആരെങ്കിലും കുറേ ഹെൽത്ത് ഇൻസ്പെക്ടർമാരല്ലേ ഇത് നോക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ കൂടി കോർപ്പറേഷനിൽ വരാനുണ്ട്. ഇപ്പം ഞാൻ കൂട്ടിച്ചേർത്തൊരു കാര്യം കൂടി പറയാം. ഇപ്പം നേരത്തെ റാഫി ഏജൻസികളെ കുറിച്ച് ചോദിച്ചില്ലേ, ഇവിടെ ആർക്കും അറിയാത്ത ഒരു രഹസ്യം ഞാൻ പറയാം. ഈ ചന്ദ്രൻപിള്ള തന്നെ ശ്രദ്ധിച്ച് കാണാൻ വഴിയില്ല. ഈ വാട്ടർ മെട്രോ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് കൊച്ചി കോർപ്പറേഷൻ വന്ന പ്രോജക്റ്റാണ്. എൻ്റെ പാർട്ടിക്കാരനല്ലാതിരുന്ന ടോണി ചമ്മണിയായിരുന്നു മേയർ. അദ്ദേഹം എന്നെ പറ്റി എന്ത് പറയുന്നു എന്നുള്ളത് ഞാൻ നോക്കണില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു മാഗ്നാനിമിറ്റി ഞാൻ അന്ന് പറയുകയാണ്. ഈ പറയുന്ന KFW എന്ന് പറയുന്ന ഏജൻസി, കാരണം അവർക്കെല്ലാം കണക്ഷൻസ് കോർപ്പറേഷനായിട്ടാണ്. ചന്ദ്രൻപിള്ള സാറിന് അറിയാം. കാരണം അവർ കാണുന്നത് ഈ മറ്റു നഗരങ്ങളിലും മേയർ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര, പോലീസ് പോലും യൂറോപ്പിൽ മേയറുടെ കീഴിലാണ്. മേയറുടെ അടുത്തേക്ക് അവർ വരുള്ളൂ. അപ്പോൾ അങ്ങനെ മേയറായിട്ടുള്ള ഒരു കണക്ഷൻസിലാണ് ഈ പറയുന്ന ജർമ്മൻ മറ്റേ വികസന ഏജൻസി, അവർ KFW നമുക്ക് ഇത്ര കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് തരാം, നമ്മളാണ് അവതരിപ്പിക്കുന്നത്. ശ്രീ ടോണി ചമ്മണിയും ശ്രീ സോഹനും അവിടെ വെച്ചാൽ മതി, ശ്രീ സോഹൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ഒരു പ്രപ്പോസൽ. സോഹൻ അതിലൊരു വലിയ പങ്കുണ്ട്, ഞാനതൊന്നും നിഷേധിക്കുന്ന ആളല്ല. ഈ ഐലൻഡ്സിനെ കണക്ട് ചെയ്ത് പണ്ട് മുതലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവർ പണം തരാൻ വന്നു. പക്ഷെ മേയർ എന്താ മാഗ്നാനിമിറ്റി കാണിച്ചതെന്നറിയൂ. മേയർ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് ഈ പ്രോജക്റ്റ് ഇപ്പം ചെയ്യാൻ പറ്റില്ല, ബെറ്റർ നിങ്ങളിത് മറ്റേ മെട്രോനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഏലിയാസ് ജോർജ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ ഒരു ഭരണ നിർവഹണവും കൂടി കണ്ടിട്ടാണ് ശ്രീ ടോണി ചമ്മണി അത് പറഞ്ഞത്. അങ്ങനെ ഞാനിത് പ്രസംഗിച്ചു. ഞാനിത് LDFൻ്റെ ആളാണെങ്കിൽ പോലും ഞാനിത് വാട്ടർ മെട്രോൻ്റെ ഇനോഗ്രേഷന് പ്രസംഗിച്ചു. അപ്പോൾ അന്ന് അങ്ങനെ തീരുമാനമെടുത്തുകൊണ്ടാണ് ഈ ഫണ്ട് അങ്ങോട്ട് പോയത്. അപ്പോൾ നമുക്ക് കൃത്യമായ ഡിവിഷൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫണ്ട് ഏതെങ്കിലും ഒരാളുടെ വ്യക്തിയുടെ ഒരു പാർട്ടിയുടെ ഫണ്ടല്ല, എല്ലാവരുടെയും കൂടി ഫണ്ടാണ്. അപ്പോൾ ഈ നിലയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെന്നാണ് എൻ്റെ പൊസിഷൻ. അത് ഇനിയും വരും. അതാ ഞാൻ പറഞ്ഞ ഞാനതല്ല ഇന്നലെ ഇപ്പം പറഞ്ഞില്ല, ഇന്നലെ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, ഇനിയും KFWൻ്റെയും പലതരത്തിലുള്ള ഏജൻസികളുടെ പണം കൊച്ചിയെ തേടിയെത്തും. ആ തേടിയെത്തുമ്പോൾ അത് എത്ര ഭംഗിയായി ഉപയോഗിക്കുന്നു, അത് ഏത് ഏജൻസിക്കാണ് ഇത് കൂടുതൽ ചെയ്യാൻ പ്രാപ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് കൊടുത്തേക്കണം. പിന്നെ നമ്മൾ വെറുതെ അവിടെ പോയി മാന്താൻ നിൽക്കരുത്. അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം. അത് ചെയ്താൽ തന്നെ കൊച്ചിയിൽ റാഫി ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. സാറ് പറഞ്ഞ പോലെ ഈ ഉദ്യോഗസ്ഥൻ കൊതുക് നിവാരണത്തിന് വരാൻ എന്താ ചെയ്യേണ്ടത്? എൻഡമോളജിസ്റ്റ് അങ്ങനെയല്ലേ പറഞ്ഞത് സാർ? അല്ല, അതിലിപ്പോൾ ഞങ്ങൾ ഒരു അർബൻ കമ്മീഷൻ നമ്മുടെ ഗവൺമെൻറ് ഫോം ചെയ്തു. ഞാൻ അതിൻ്റെ വൈസ് ചെയറാണ്. ജനപ്രതിനിധിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എക്സ്പേർട്സാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഇൻ്ററിം ഞങ്ങളുടെ റെക്കമെൻഡേഷൻ, കോർപ്പറേഷനുകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു സിറ്റി മാനേജർ വേണമെന്നാണ്. ഹൈലി പ്രൊഫഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ 5 കൊല്ലത്തേക്ക് എടുത്താൽ മതി. നേരത്തെ സഖാവ് പറഞ്ഞ അത്രയും നല്ല സാലറി കൊടുക്കേണ്ടി വരും. കാരണം പഴയ പോലെ ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് 10-20 കൊല്ലത്തേക്കൊന്നും നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ജോലി ചെയ്യണമെന്നില്ല. ഒരു IT മാനേജർ, പ്ലാനർ, ഇങ്ങനെയുള്ള ഒരുപാട് നല്ല പോസ്റ്റുകളിലേക്ക് കോർപ്പറേഷന് സ്വന്തം പൈസയല്ല കൊടുക്കണം, അല്ലാതെ ഗവൺമെൻറ് പൈസയല്ല കൊടുക്കുന്നത്. അത് വച്ചിട്ട് ഒരു നല്ല പ്രൊഫഷണൽ സ്ട്രെങ്തനിങ് കോർപ്പറേഷനുകളിലും ലോക്കൽ ബോഡീസിലും വന്നാൽ ഈ സിസ്റ്റം എന്നുള്ള നിലയിൽ കോർപ്പറേഷൻ്റെ ഫങ്ഷനിങ് മെച്ചപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് സഹകരിച്ച്
നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവരുടെ സഹായത്തോടുകൂടി ചെയ്താൽ എനിക്കൊന്നും ഒരു വലിയ മാറ്റം വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാർ, ഇപ്പോൾ സ്റ്റേഡിയത്തിൽ ഒരു പബ്ലിക് ടോയ്ലറ്റ് പണിതിട്ടുണ്ട് GCD. സ്റ്റേഡിയത്തിൻ്റെ ആ കോമ്പൗണ്ടിൽ, അത് GCDയുടെ അല്ലേ, ഒരു പബ്ലിക് ടോയ്ലറ്റ്. അപ്പം അത് പണിതിട്ട് കുറേ നാൾ അവിടെ അങ്ങനെ തന്നെ ഇരുന്നു. മുഖ്യമന്ത്രി വന്ന് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തത്. എൻ്റെ കലൂർ സ്റ്റേഡിയം എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചെറിയൊരു ടോയ്ലറ്റ് നമ്മൾ അത്രയും വലിയൊരു സംവിധാനം പണിതിട്ട് ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രിനെ കാത്തിരിക്കണോ, അത് ഓൺലൈനിൽ ചെയ്തൂടെ? ഇല്ല, അല്ല, സംശയമാണ് അങ്ങനെ. അത് അങ്ങനെയൊക്കെ പ്രസ്താവിക്കാൻ പാടില്ല. നിങ്ങൾ ചെറുപ്പക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കണം. ഒരു ടോയ്ലറ്റ് പണിതിട്ട് മുഖ്യമന്ത്രിയുടെ വേണ്ടി ഏത് രാജ്യത്ത് അങ്ങനെ നമ്മൾ ചോദിച്ചപ്പം ഞാൻ അംഗീകരിക്കില്ല. അങ്ങനൊരു തീരുമാനം ആരും എടുത്തില്ല, ചെയ്തില്ല. വിഡ്രോ ചെയ്യണം. ഓക്കെ, വിഡ്രോ ചെയ്യണം. അതിലേ നിൽക്കില്ലൂടെ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലെന്ന്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. അപ്പൊ അത് വിഡ്രോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഐ വിഡ്രോ മൈ സ്റ്റേറ്റ്മെന്റ്. അല്ല, അതിന്റെ ഉത്തരം എന്താണ് സർ? ഓക്കെ, അല്ല, അപ്പൊ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞോ? കഴിഞ്ഞു. പക്ഷെ കുറച്ചു കാലം അവിടെ വെയിറ്റിംഗ് ഉണ്ടായി, അതെന്തായിരുന്നു? അതുണ്ടാവും, അത് മറ്റൊരു കാര്യമാണ്. അതിന് ഇങ്ങനെ ഒരു രൂപത്തിലല്ല സംസാരിക്കേണ്ടത്. വളരെ ശരിയായ നിലയിൽ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. നമ്മുടെ ചിന്തകളെല്ലാം അങ്ങനെ ആലോചിച്ച് വേണം പറയാൻ. ശരി, സോറി. അല്ല, ഇത് ഞങ്ങൾ വിളിച്ചപ്പം ഈ ഉത്തരവാണ് ഞങ്ങൾക്ക് GCD കിട്ടിയത്. അങ്ങനെ ചെയ്തിട്ടില്ലത്, അങ്ങനെയല്ല. അത് അന്വേഷിക്കാൻ ഈ ഒരു നല്ല നിലയിലേക്ക് ഡിസ്കഷൻ മാറ്റാനൊരു വകുപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചർച്ച ചെയ്യേണ്ട പ്രയോജനം വേണ്ടേ? 20, 21 തീയതികളിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടക്കാൻ പോവുകയാണ്. വികസനമല്ലേ നമ്മൾ ചർച്ച ചെയ്യണത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കേരളത്തിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഇപ്പോൾ നടക്കുന്നില്ല. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചലഞ്ചിങ് ഇഷ്യൂ ആണ് ലോകത്ത്. ഓരോ രാജ്യങ്ങളും അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. ഇന്ത്യയിലാണെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും മത്സരത്തിലാണ്. നിങ്ങൾ പത്രം എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 പേജ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബംഗാളിനായിരുന്നു. ബംഗാൾ കോളിംഗ് അല്ലെങ്കിൽ UP കോളിംഗ് മുഖ്യമന്ത്രിമാരുടെ പരസ്യമാണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. കേരളമാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയൊരു സംസ്ഥാനമാണെന്നുള്ളതിലേക്ക് എത്തിക്കണം നമുക്ക്. പലതരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞു. കേരള ഗവൺമെൻറ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾക്കകത്ത് ഭാവിയിലേക്ക് വേണ്ട ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഇതിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എഡ്യൂക്കേഷൻ സെക്ടറിലെ കേരളത്തിൻ്റെ നേട്ടം വളരെ അഭിമാനകരമായതുകൊണ്ട് ഇപ്പോൾ ആ മേഖലയിൽ ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട്. ചെറുപ്പക്കാരായ കുട്ടികളെ കൂടുതൽ പഠിപ്പിക്കാൻ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ. മറ്റു രാജ്യങ്ങളിലേക്ക് പോയി പഠിച്ചിട്ട് വരാനാണ്. നമുക്ക് നേരെ റിവേഴ്സ് ചെയ്യാം. എന്ന് മാത്രമല്ല, ഇവിടുത്തെ ആളുകളുടെ ആ ഒരു ശേഷി എന്ന് പറയുന്നത് അപൂർവമായൊരു ശേഷിയാണ്. മലയാളികളുടെ ഒരു മസ്തിഷ്ക ശേഷിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സംരംഭങ്ങൾക്കകത്തും മലയാളികൾക്കൊരു റോളുണ്ട്. സിയാറ്റിൽ എടുത്താൽ പോലും അങ്ങനത്തെ ഒരു വലിയ മഹിമയുള്ള മലയാളികൾക്ക് ഇവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ഈ കേരള ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ ആദ്യത്തെ നേട്ടം വന്നത് സ്കൂളുകളിലാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ സ്കൂളിങ്ങിൻ്റെ നേച്ചർ മാറി. ഒരു കാലത്ത് ശപിക്കപ്പെട്ടതായിരുന്നു സർക്കാർ സ്കൂളുകൾ. ഇപ്പോൾ സർക്കാർ സ്കൂളുകൾ ആളുകൾ അങ്ങോട്ട് ചെന്ന് ചേരുന്നതിലേക്ക് എത്തി. അതിൻ്റെ ലെവലിലേക്ക് വന്ന് നമ്മുടെ ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയബിൾ ആയിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ വലിയ സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ശ്രമിക്കുകയാണ്. അതിനനുകൂലമായിട്ട് ഒരുപാട് ഫെസിലിറ്റീസ് കൊടുക്കണം. ഒന്ന്, ഒരു സൗഹൃദ അന്തരീക്ഷമാണ്, സെക്യൂരിറ്റി സെൻസാണ്, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണ്, അതിൽ ട്രാൻസ്പോർട്ടുണ്ട്, വലിയ ഇൻസ്റ്റലേഷൻസ് ഉണ്ട്. പിന്നെ IT തന്നെ വലിയ മാറ്റം വരാൻ പോകണം. IT അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പഴയതിൽ നിന്ന് മാറി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചൈനയുടെ സംഭാവന DeepSeek RI ആണ്. DeepSeek RI എന്നൊക്കെ പറഞ്ഞാൽ നല്ല മസ്തിഷ്കശേഷിയുള്ള മനുഷ്യരുടെ സൃഷ്ടിയാണ്. ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു ചൈനയേക്കാളും മുമ്പിൽ ഇന്ത്യക്ക് പോകാൻ കറക്റ്റാണ്. പക്ഷേ അതിന് സംവിധാനം കൊടുക്കണം. അതിൻ്റെ റിസർച്ച്, അതിൻ്റെ ഫെസിലിറ്റീസ്, അതിൻ്റെ പ്രോത്സാഹനം. അങ്ങനെ ചെയ്താൽ മറ്റേത് ഇടത്തേക്കാളും മികച്ചതായി കേരളത്തെ മാറ്റാൻ പറ്റും. അതിലേക്ക് നമ്മുടെ ചർച്ച പോസിറ്റീവായി തിരിച്ചുവിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്. ഓക്കെ, കലൂർ കടവന്തറ റോഡ് GCDയുടെ അല്ല സർ? അല്ല, ആ റോഡ് നമ്മൾ ടാർ ചെയ്യും, അടിപൊളിയാക്കും. മഴ പെയ്ത് കഴിയുമ്പോൾ വീണ്ടും കുഴിയാവും. പക്ഷെ ഞാൻ കണ്ടേക്കുന്ന നമ്മുടെ കൊച്ചി മെട്രോ ടാർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചില റോഡെങ്കിലും കൊച്ചി മെട്രോ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പൊളിയാറില്ല. അപ്പം അവരെയും നമുക്ക് എന്താ പഠിക്കാൻ പറ്റുക? റാഫി, ഇതൊക്കെ വളരെ ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. കൊച്ചി മെട്രോ ഒരു റോഡും ടാർ ചെയ്തിട്ടില്ല.
ഇത് നിങ്ങൾ മീഡിയയും ഈ അവതാരകരും കൂടി ചേർന്ന് ചില കാര്യങ്ങൾ നമ്മളെ പൊതുബോധത്തിൽ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് കൊച്ചി മെട്രോ ആളിരിക്കണം. ഞാൻ പറയാം, ജീവിതത്തിൽ ഇതുവരെ കൊച്ചി മെട്രോ ഒരു റോഡും ടാർ ചെയ്തിട്ടില്ല കേട്ടോ. 1. 2, 2010 കാലത്ത് അന്ന് ഗവൺമെൻറ് കുറേ പൈസ മെട്രോ പ്രിപ്പറേറ്ററി വർക്ക്സിൽ അനുവദിച്ചു. അതിലാണ് നമ്മുടെ രാജാജി റോഡിലെ മേൽപ്പാലം വന്നത്. അന്നൊരു 10-20 കോടി രൂപ, 20-40 കോടി രൂപ മെട്രോയ്ക്ക് പണിയുമ്പോൾ ശ്രീധരൻ പറഞ്ഞിരുന്നു, നമുക്ക് ഒരു കാരണവശാലും ഒരു റോഡ് ബ്ലോക്കേജ് ഉണ്ടായി കൺസ്ട്രക്ഷൻ പ്രശ്നം ഉണ്ടാകരുത് എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ KMR കുറേ റോഡുകൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആ റോഡ് പണിതത് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ്. കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ റോഡ് പണിതില്ല, പണിതത് അവിടുത്തെ കോൺട്രാക്ടർമാരാണ്. അത് വേറൊരു കഥയാണ്. ഞാനിപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ മോശം കഥയാണ്. ചെയ്ത ഒറ്റ സാധനമുള്ളൂ, എന്താണെന്നറിയൂ റാഫിക്ക്? ബിറ്റുമിൻ ബെക്കാഡം, ബിറ്റുമിൻ കോൺക്രീറ്റ്, BMBC റോഡ്. കൊച്ചി കോർപ്പറേഷൻ ഒരു 100 കോടി രൂപയെ കൂടുതൽ BMBC റോഡ് ചെയ്തിട്ടുണ്ട്. GCDA ആണ് കൊച്ചിയിൽ ആദ്യമായിട്ട് BMBC റോഡ് ചെയ്തത്. റാഫി മനസ്സിലാക്കിക്കോ. ആർക്ക്? ഈ ശ്രീ ചന്ദ്രൻപിള്ള ഉള്ളപ്പോൾ ഉള്ള കാര്യമല്ലട്ടെ ഞാൻ പറയണത്, അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ പറയണതല്ലേ. GCDA ആണ് കൊച്ചി നഗരത്തിൽ ആദ്യമായി ഒരു BMBC റോഡ് ചെയ്തത്. ആ റോഡിൻ്റെ പേര് കലൂർ കടവന്തർ റോഡാണ്. 2 വർഷത്തെ ഗ്യാരണ്ടിയാണ് പറഞ്ഞത്, പക്ഷെ 5 വർഷത്തേക്ക് ആ റോഡ് നിന്നു. പിന്നെ ചെയ്തത് കൊച്ചി കോർപ്പറേഷനാണ്. അത് PWDയുടെ കയ്യിൽ നിന്ന് സഹോദരൻ അയ്യപ്പൻ റോഡ് ഞങ്ങൾ ഏറ്റെടുത്തു, ബാനർജി റോഡ് ഞങ്ങൾ ഏറ്റെടുത്തു. സഹോദരൻ അയ്യപ്പൻ റോഡ് ഞങ്ങളുടെയാണ്. അത് 2009 ഞങ്ങൾ ചെയ്തതാണ്. ഇപ്പം എന്താ സ്ഥിതി എന്ന് വെച്ചാൽ കൊച്ചി കോർപ്പറേഷൻ്റെ സോഡൽ ഓഫീസിൽ പോലും BMBC റോഡുണ്ട്. BMBC റോഡാണോ റാഫി? BMBC റോഡ് 5 കൊല്ലത്തേക്കൊന്നും സംഭവിക്കില്ല. പ്രശ്നം ഇത്രയേ ഉള്ളൂ. ശ്രീ VD സതീശനെ ഏതൊരു ചർച്ചയെ പറഞ്ഞു കേട്ടു, ഏതെല്ലാം റോഡാണ് BMBC ആക്കേണ്ടത്, ഏതെല്ലാം റോഡാണ് സാധാരണ ടാറിങ് വേണ്ടതെന്ന് തീരുമാനിക്കണം. ഇടവഴി കൊണ്ടുപോയിട്ട് BMBC ടാർ ചെയ്തിട്ട് നമ്മുടെ സർക്കാർ കടം വാങ്ങിച്ച് ചിലവാക്കുന്നതിൽ അഡീഷണൽ ബർഡൻ കൊണ്ടുവരരുത്. അപ്പോൾ റാഫി മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മുടെ സിറ്റിയിലെ മിക്കവാറും റോഡുകൾ BMBC ആയിക്കൊണ്ടിരിക്കുകയാണ്. കലൂർ കടവന്തർ റോഡിനെ പറ്റി അദ്ദേഹം പറയും. ഈ മഴയത്തും വലിയ കുഴികളുണ്ടായിരുന്നു. കലൂർ കടവന്തർ റോഡാണ് ഞങ്ങൾക്കുള്ളത്. അത് 3.2 കിലോമീറ്റേഴ്സാണ്. KMRൽ അതിനകത്തൊരു ഓഫർ വന്നിരുന്നു. അവർ അതിനകത്തൊരു ഫണ്ട് ഉള്ളത് കൊണ്ട് അത് ഒന്ന് മോഡേണൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു മോഡൽ റോഡാക്കുക, പ്രത്യേകിച്ച് വിമൺ ഫ്രണ്ട്ലി റോഡാക്കുക. അത് ഡ്രെയിനേജ് അടക്കം അതിൻ്റെ വാക്വേ ഉൾപ്പെടെ എല്ലാം വെച്ചിട്ട് ആ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ചുകൂടി പൈസ ആവശ്യമുണ്ട്. ആ സർഫേസിങ്ങിൻ്റെ ആവശ്യവും 1-2 ഏരിയയിൽ ചില ആളുകൾ ഒഴിഞ്ഞ് സഹകരിക്കേണ്ടതിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് ഒരു 15% വർക്ക് ബാക്കിയാണ്. ബാക്കി നന്നായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ അത് കോർപ്പറേഷൻ്റെ GCD റോഡാണെങ്കിലും അൾട്ടിമേറ്റായിട്ട് അത് കോർപ്പറേഷന് കൊടുക്കേണ്ട റോഡാണ്. നമുക്ക് ആ നിലയ്ക്ക് അത് ചെയ്യാനും പറ്റും. ഇപ്പോൾ സിറ്റിയിലുള്ളതിൽ ഒരു മാതൃകാ റോഡായിട്ട് മാറാൻ കഴിയുന്ന റോഡാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ കാര്യം. ഓക്കെ, സാർ, നമ്മൾ സാറ് മേയറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനുകൾ പറയില്ല. നമ്മൾ പ്ലാൻസ് പറയരുത് എന്നാണല്ലോ, ചെയ്ത് കാണിക്കണം എന്നാണല്ലോ. അങ്ങനെ പ്ലാനുകൾ പറയാതെ പ്ലാനുകൾ ചെയ്ത് കാണിക്കുന്ന ഒരു മേയറാണ്. അപ്പം നമ്മൾ കൊച്ചിക്ക് കൈയടിക്കേണ്ടത് നമ്മുടെ ബ്രഹ്മപുരത്തിന് ഉറപ്പായിട്ട് നമ്മൾ കൈയടിക്കണം. ബിഫോർ ആഫ്റ്റർ ബ്രഹ്മപുരം കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം. 2030 വരുമ്പോൾ നമ്മൾ നിലവിൽ കാലാവസ്ഥ മാറ്റത്തിൻ്റെ കാലമാണ്, നമ്മൾ അതിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം MG റോഡ് മഴ പെയ്ത് കഴിഞ്ഞാൽ MG തോടാണ്, IMA റോഡ് IMA തോടാണ്, ബാനർജി റോഡ് ബാനർജി തോടാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടാവും. ആദ്യം ബ്രഹ്മപുരം വന്നപ്പോൾ നമ്മൾ ആ ക്രൈസിസ് വന്നപ്പോഴാണ് ആലോചിച്ച് പിന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയത്. അതുപോലെ തന്നെയാണ് വെള്ളക്കെട്ട്. നമ്മൾ വിചാരിക്കും എല്ലാം കൺട്രോളിലാണെന്ന് വിചാരിക്കും, പക്ഷെ ആരുടെയിൽ ഇതിനൊരു പ്ലാന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്ലാൻ ഉണ്ടോ? 2030 ഇനി വരുന്ന വർഷങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാവുമോ? ഒരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൂടി ഞാൻ പറയാം. ചില സ്ഥലങ്ങളിൽ മെട്രോ വന്നതിന് ശേഷമാണോ വെള്ളക്കെട്ട് ഉണ്ടായേക്കുന്നത് എന്ന് പഴമക്കാർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, ഇപ്പം നല്ല ക്വസ്റ്റ്യനാണ് റാഫി ഇതുവരെ ഉള്ളവർ ചോദിച്ചത്. ഈ ഞാനൊരു ഏജൻസി നേരത്തെ പറഞ്ഞല്ലോ, താത്തിക്കെട്ടി പറയില്ല. ഇപ്പം മെട്രോ വന്നതിന് ശേഷമാണ് MG റോഡിലെ വെള്ളക്കെട്ട് കൂടിയത്. അത് അവരെ തന്നെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കണക്ക് അതിൻ്റെ ആ പണിതതിൻ്റെ
ശാസ്ത്രീയമായ കാനയുടെ എന്താ കുഴപ്പമെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നത്. മറ്റു മേയർമാരുടെ പോലെയല്ല, അവരുടെ എഞ്ചിനീയറെ നിർത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ കുറ്റമല്ല. PWDയുടെയാണ് MG റോഡ്. അവർ MG റോഡിൽ മെട്രോ പണിതപ്പോൾ ഈ കാനയുടെ ഒരു ദുരവസ്ഥ കണ്ടപ്പോൾ അവരതിൻ്റെ മുകളിൽ ഫുട്പാത്തും ടൈലും ഇട്ടു. അല്ലാണ്ട് അവർ ആരെങ്കിലും ദ്രോഹിക്കാൻ ചെയ്തതല്ല. പക്ഷെ ഇപ്പം അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ ബാധിക്കുന്നുണ്ട്. റാഫി ചോദിച്ച കാര്യം കുറച്ചും കൂടി സീരിയസാണ്. കൊച്ചി നഗരം കുറച്ച് വർഷങ്ങൾക്കകത്ത് വെള്ളം കയറാൻ എല്ലാ സാധ്യതയുമുള്ള നഗരമാണ് കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട്. അത് സത്യമാണ്. ഇപ്പം നിങ്ങൾ ഈ പണ്ട് നമ്മൾ പറയും ഈ ഞാറ്റുവേലയ്ക്ക് ഏറ്റം വരും. സാധാരണഗതിയിൽ ഏറ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലായിരുന്നു. നമ്മൾ വേഗം വരും. ട്രംപ് തുടരുകയാണെങ്കിൽ വേഗം വരുന്നതാണ് അദ്ദേഹം അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പോയിന്റ് പറഞ്ഞത്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും നമ്മുടെ പഴയ വാട്ടർ ബോഡീസൊക്കെ ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു കാര്യം റോയൽ ഹെസ്കോണിക്സ് എന്ന് പറയുന്ന ഒരു ഏജൻസി. റോയൽ ഹെസ്കോണിക്സ് ഏറ്റവും നല്ല ഡച്ച് കമ്പനിയാണ്. അവർ പ്രളയമുണ്ടായതിന് ശേഷം അവർ 10 നഗരങ്ങൾ ഇന്ത്യയിൽ പഠിച്ചു. അതിൽ ഒരു നഗരം കൊച്ചിയായിരുന്നു. അവരൊരു കൺസെപ്റ്റ് പേപ്പർ തയ്യാറാക്കി. അപ്പം അതിലവർ പറയുന്നുണ്ട് കടുത്ത 30 കൊല്ലത്തെ റെയിൻഫോള് പഠിച്ചിട്ടുണ്ട്. 30 കൊല്ലത്തെ ടൈഡൽ എഫക്ട്സ് അവർ പറയുന്നുണ്ട്. 30 കൊല്ലത്തെ സെറ്റിൽമെൻറ്റിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന MG റോഡിലായിരിക്കണം എന്നില്ല വെള്ളക്കെട്ട്. അവർ പറയുന്ന എടപ്പള്ളിയിൽ വരാമെന്നാണ്. എടപ്പള്ളിയിൽ അകത്തെ ഏരിയയിലേക്ക്, കാരണം അവിടെയൊക്കെ മാറ്റങ്ങൾ വരികയാണ്. അത് ശരിയാകണമെങ്കിൽ റാഫി പറഞ്ഞ പോലെ നമുക്കൊരു ഡീറ്റെയിൽഡ് ഡ്രെയിനേജ് മാസ്റ്റർ പ്ലാൻ വേണം. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് ചെലവഴിച്ച് നമുക്ക് ഈ പറയുന്നത് പോലെ ഈ കനാലിൻ്റെ റിജുവിനേഷൻ പ്രോജക്റ്റ് വരുമ്പോൾ തന്നെ കനാൽ കുറച്ച് ക്ലിയർ ആവും. ബാക്കിയെല്ലാം ആ നിലയിൽ നമുക്ക് റീഡിസൈൻ ചെയ്യാൻ കഴിയണം. ഏത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടൊരു പ്ലാനിങ് വേണം. അല്ലെങ്കിൽ പ്രശ്നം വരും. വെള്ളത്തിൻ്റെ പ്രത്യേകത, ഞാനൊരു നല്ല സയൻസ് സ്റ്റുഡൻ്റ് അല്ല. ശ്രീ ചന്ദ്രൻപിള്ള നല്ലൊരു സയൻസ് സ്റ്റുഡൻ്റാണ്, കെമിസ്റ്റാണ്, പഴയ കാലത്തെ BSc കെമിസ്ട്രിക്കാരനാണ്. പക്ഷെ എനിക്ക് അറിയാവുന്ന, ഇവിടെ ധാരാളം ആളുകൾ ഇരിക്കേണ്ടത് ദേവര കോളേജാണ്. എനിക്ക് അറിയാവുന്നൊരു കാര്യം എൻ്റെ കോമൺ സെൻസാണ്. നേരത്തെ റാഫി പറഞ്ഞ പോലെ സാധാരണക്കാരി പറഞ്ഞു കേട്ട എനിക്കൊരു അറിവുള്ളത് വെള്ളം ഇരുമ്പിനെ തുളയ്ക്കുന്നതാണ്. അപ്പം വെള്ളത്തിന് പോകാനുള്ള സ്ഥലം നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവൻ എന്തും എടുത്തുകൊണ്ട് പോകും. അതാണ് ഫോർട്ട് കൊച്ചി ബീച്ചിൽ സംഭവിക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും കടൽ നമ്മൾ മണ്ണിടുമ്പോൾ അവൻ തിരിച്ചടിക്കും, കടൽ തിരിച്ചടിക്കും എന്ന് പറയുന്നത് പോലെ വെള്ളത്തോട് കുറച്ചുകൂടി സീരിയസ് ആയ ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും ചെയ്യണം. ഞാൻ നേരത്തെ വാട്ടർ മെട്രോനെ പറ്റി പറഞ്ഞപ്പോൾ വാട്ടർ മെട്രോ നടപ്പിലാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കൊച്ചിയുടെ മുൻ മേയർ കൂടി ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ശരിക്കും എന്നേക്കാൾ കൂടുതൽ മുടിയുണ്ടായിരുന്ന ആളാണ്. റാഫി കേട്ടോ, അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ പോയത് കൊച്ചിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. അദ്ദേഹം ഭയങ്കര മുടിയുണ്ടായിരുന്ന ആളാണ്, ഇപ്പം മുടിയൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് ഇത് അദ്ദേഹമൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. വെള്ളം, ഞാൻ ശ്രീ സോഹനെ കണ്ടുകൊണ്ട് പറഞ്ഞാൽ, നേരത്തെ ഞാൻ ശ്രീ സോഹനെ പ്രതിപാദിച്ചിരുന്നു. അപ്പോൾ വെള്ളം നമുക്ക് അങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ വെള്ളം കയറി കിടക്കാൻ നമുക്ക് സ്ഥലം വേണം. ഡച്ചുകാർ അതിൻ്റെ മാതൃക നമുക്ക് ലോകത്തിൽ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ശ്രീ സോഹൻ തന്നെ നേരത്തെ വളരെ സീനിയറായ കൗൺസിലർ അദ്ദേഹം. ഞാൻ ഈ തേവര കോളേജ് പഠിക്കുമ്പോഴാണ്, ഇവരുടെ കൗൺസിലിൻ്റെ കാലത്താണ് പെട്ടിയും പറയും കൊണ്ടുവന്നത്. ഈ കുട്ടനാടൻ മാതൃകയുള്ള പെട്ടിയും പറയും. അപ്പോൾ അങ്ങനെ ഹോളണ്ടിൽ, നെതർലൻഡ്സിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ശ്രീ വേണു രാജാമണി തേവര കോളേജിലാണോ? അല്ല, മഹാരാജ് കോളേജിൽ അദ്ദേഹം പഠിച്ചത്. തേവര കോളേജ് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ പഴയ അംബാസിഡറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, റോട്ടർഡാമിനെ പറ്റിയാണ്. റോട്ടർഡാമും കേരളവും തമ്മിലുള്ള കമ്പാരിസനാണ്. റോട്ടർഡാമിൻ്റെ ഒരു സിസ്റ്റർ സിറ്റി റിലേഷന് വേണ്ടി ഞാൻ EUവിൻ്റെ അടുത്ത് ഒരുപാട് പ്രഷറൈസ് ചെയ്തതാണ്. പക്ഷെ സെൻട്രൽ ഗവൺമെൻറ് നമ്മളെ തീരുമാനിച്ചത് മെസ്സീനി എന്ന് പറഞ്ഞ ഇറ്റലി സിറ്റി ആയിട്ടാണ്. അപ്പോൾ ഡച്ച് സിറ്റീസായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് വർദ്ധിപ്പിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് കൊണ്ടുവരണം. അതാണ് ഞാൻ നേരത്തെ റോയൽ ഹെസ്കോണിക്സിൻ്റെ കാര്യം പറഞ്ഞത്. ഒരു ഡച്ച് സഹകരണം നമുക്ക്, ഇപ്പോൾ ഡച്ചുകാർ നമ്മളായിട്ട് പല കാര്യങ്ങളും, ശ്രീ വേണു രാജാമണി വന്നതിന് ശേഷം മുഖ്യമന്ത്രിയോടെ പോയി പമ്പ റിവർ ബേസിൻ പ്രോജക്റ്റ് അവരാണ് ചെയ്യുന്നത്. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഡച്ച് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻ നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും കൂടി പർവ്യൂവിൽ ഒരു 5 കൊല്ലം 10 കൊല്ലം ഒരു 25 കൊല്ലത്തെ കൊച്ചിയിലെ മാറ്റങ്ങളെ കൂടി പ്രതിപാദിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊച്ചിയുടെ വികസനത്തിലും നിലനിൽപ്പിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചന്ദ്രപിള്ള സാർക്ക്
തിരക്കുണ്ട്, സാറിന് തിരക്കുണ്ട്. നമ്മൾ തിരക്കല്ല, ഓഡിയൻസിലേക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ് ഇനി. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ മോനെ. അതായത് ഈ കോളേജിൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്കകത്ത് ഇങ്ങനെ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നഗരത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാ കലാലയങ്ങൾക്കും ഇത് മാതൃകയാക്കാവുന്നതാണ്. കാരണം ഇവരാണ് they are the young people to catch the entire aspirations for the future accomplishments. അതുകൊണ്ട് ഞാനിത് വളരെ നല്ലൊരു കാര്യമായി കാണുകയാണ്. സാധിക്കുന്ന വേദികളിൽ ഈ മാതൃക ഞാൻ ഉദ്ധരിക്കുകയും ചെയ്യുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് അവിചാരിതമായിട്ട് എനിക്കിപ്പോൾ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ എൻ്റെ തൊട്ട അയൽക്കാരൻ മരിച്ച വിവരമാണ് ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ വന്നത്. ഞാനവിടെ ചെല്ലുക എന്നുള്ളൊരു ആവശ്യമുണ്ട്. അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം. ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇപ്പോൾ സോഹനം കൂടി വന്നപ്പോൾ അത് കുറേ കൂടി പൂർണ്ണമാകും. എനിക്കൊരവസരം തരണം. ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ്. ചോദ്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് റേസ് യുവർ ഹാൻഡ്സ്, മൈക്ക് അവിടെ എത്തും. There is a small token of our love and appreciation to GCDA Chairperson, Mr. Chandran Pillai. Sir, for your presence. Moderator, can we open the floor to the questions? The floor is now open for questions. ഹായ്, നമ്മുടെ കൊച്ചിയിലെ ട്രാഫിക്കിന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? രണ്ട് ചോദ്യങ്ങൾ ഒരുമിച്ച് സാർ എടുക്കാൻ റെഡിയാണ്. വേറെ ആരെങ്കിലും ചോദിക്കാൻ നിന്നിരുന്നോ? കൊച്ചി ഒരു സ്മാർട്ട് സിറ്റിയായി മാറുന്നതിനുള്ള മുൻഗണനകൾ എന്തൊക്കെയാ? ശരി, ഈ ട്രാഫിക് കൺജഷൻ്റെ കാര്യത്തിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിള് ശ്രീ ചന്ദ്രൻപിള്ള നേരത്തെ പറഞ്ഞ പോലെ മാസ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് മാറണമെന്നാണ് എനിക്ക് പുതിയ തലമുറയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പം ഞങ്ങളൊക്കെ കോളേജിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ബസ് നവാസ് ബസ്സായിരുന്നു. നവാസ് ബസ് ഇപ്പോഴും ഓടണല്ലേ? നിങ്ങളിങ്ങനെ അനങ്ങാതിരുന്നാൽ ഞാൻ ഇപ്പം തന്നെ ഇറങ്ങി പോകട്ടെ. നിങ്ങൾ എന്ത് ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കണത്, ശരിയല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും പണ്ട് വന്നുകൊണ്ട് ആകെ ഒരു 5 കുറച്ച് പേര്, അന്ന് ദേവര കോളേജിൽ കുറച്ച് പേർക്കാണ്, എൻ്റെ ചില ഫ്രണ്ട്സിന് പഴയ ഭവൻസുകാർ കുറച്ച് പേര് കാറിൽ വരും. ബാക്കി എല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കുട്ടികൾ പോലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾക്ക് ബസ് കയറണമെങ്കിൽ ഒരുപാട് പാട് അന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് നടന്ന് മമ്മാഞ്ഞിമുക്കി, ഇപ്പം മമ്മാഞ്ഞിമുക്കെന്ന് പേര് മാറ്റിയാ ജോസഫ് സാറേ, അതേ പേര് തന്നെയല്ലേ? ഞങ്ങൾ ആദ്യം ബസ്സിൽ കയറാൻ വേണ്ടി മമ്മാഞ്ഞിമുക്കി പോയി നിൽക്കും. കാരണം ഇതിൻ്റെ മുമ്പിൽ അന്ന് നിൽക്കില്ല. പിന്നെ അന്ന് ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനക്കാരുടെ പ്രധാന പരിപാടി ഈ ബസ് തടഞ്ഞു നിർത്തി ആളുകളെ കയറ്റലായിരുന്നു. അതിൻ്റെ പേരിൽ അടിപിടിയൊക്കെ നടക്കാറുണ്ട്. പോട്ടെ, ഇനി അതിൻ്റെ പേരിൽ നിങ്ങൾ അടിപിടിക്ക് പോകണ്ട. അപ്പോൾ മെട്രോ, വാട്ടർ മെട്രോ, ബസ്, ഇതിൻ്റെ എല്ലാം ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് കഴിയുന്നത്ര ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് പ്രാധാന്യം കൊടുക്കണം. അതാണ് ട്രാൻസ്പോർട്ട് ഓറിയൻറ്റഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾ വൈറ്റിലയിൽ, നേരത്തെ ഞാൻ റാഫിയോട് അവിടെ വെച്ച് പറഞ്ഞല്ലോ, ലാപ്പ് ഉണ്ടാക്കാൻ പോകുന്നു. വൈറ്റിലയിലെ പോപ്പുലേഷൻ ഞങ്ങളൊരു 5 or 6 ഇരട്ടിയാക്കണം എന്ന് ആലോചിക്കണം. കാരണം വൈറ്റിലയിൽ വാട്ടർ മെട്രോ ഉണ്ട്, എല്ലാം ഉണ്ട്. കുറച്ച് ഓപ്പൺ സ്പേസസ് വേണം. അതായത് മനുഷ്യന് വീട്ടിൽ നിന്നും നടന്നോ സൈക്കിളിലോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിലോ ഒരു മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് പോകാൻ പറ്റണം. ഇപ്പം നമ്മുടെ ഈ എൻ്റയർ ഗ്രേറ്റർ കൊച്ചി ഏരിയ മാസ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തോട് കണക്റ്റഡ് ആകണം. ലോകത്ത് 2 മാതൃകയുണ്ട്. എന്നെക്കാൾ നന്നായിട്ട് ശ്രീ സോഹൻ അറിയാൻ പറ്റും. ഞാൻ എൻ്റെ ധാരണ പറയുന്നത്, ലോകത്ത് 2 തരം ധാരണകളുണ്ട്. ഒന്ന് അമേരിക്കക്കാരുടെ വികസന മാതൃകയാണ്. അതാണ് നേരത്തെ പറഞ്ഞ എല്ലാവരും സ്വന്തം കാർ ഓടിച്ചു പോവുക. നേരെ മറിച്ച് യൂറോപ്യൻ ഒരു മാതൃകയുണ്ട്. അതാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. അതിനെയാണ് സിംഗപ്പൂർ ഫോളോ ചെയ്തത്. സിംഗപ്പൂരിൽ ഒരിക്കലും നിങ്ങൾക്ക് കാറായിട്ട് റോട്ടി വന്നെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കണം. ഇപ്പം നമ്മൾ അർബൻ കമ്മീഷൻ അങ്ങനെ ഒരു ശുപാർശ കൊടുക്കാൻ പോകുന്നുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ എത്ര റോഡ് വീതി കൂട്ടിയാലും, നിങ്ങൾ എത്ര ഫ്ലൈ ഓവർ പണിതാലും റോഡിലെ ട്രാഫിക് ജാം മാറില്ല. റോഡിലെ ട്രാഫിക് ജാം മാറണമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ ശക്തിപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. വിയോജിപ്പുള്ളവരുണ്ടാകാം. അപ്പോൾ നിങ്ങൾ സ്മാർട്ട് സിറ്റിയെ പറ്റി എന്നോട് ചോദിച്ചാൽ, നമ്മുടെ സിറ്റി, എൻ്റെ ആദ്യത്തെ പോയിന്റ് കൾച്ചറലി വൈബ്രൻ്റ് ആയിരിക്കണം ഒരു സ്മാർട്ട് സിറ്റി. അത് ഒരു സ്വാതന്ത്ര്യം വേണം എല്ലാവർക്കും. ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റണം, ഇഷ്ടമുള്ള സിനിമ കാണാൻ പറ്റണം, ഇഷ്ടമുള്ള വസ്ത്രം ഇടാൻ പറ്റണം, ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാൻ പറ്റണം. ഇതൊരു നല്ല സ്മാർട്ട് നഗരം എന്ന് പറഞ്ഞാൽ അതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ജെൻഡറിനോട് ഇപ്പോഴും നമ്മൾ ഒരു പാട്രിയാക്കൽ സൊസൈറ്റിയാണ്. 8 മണി കഴിഞ്ഞ് ഒരു പെൺകുട്ടിയെ, ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട കൗൺസിലിലെ ചർച്ച, ബെൻസി ഇവിടെ ഇരിക്കുന്നുണ്ട്, കഷ്ടമാണ്. സ്ത്രീകളായ കൗൺസിലർമാർ ഉന്നയിക്കുന്ന പരാതി എന്താണെന്നറിയോ നിങ്ങൾക്ക്? പെൺകുട്ടികൾ രാത്രി 10 മണി കഴിഞ്ഞ് റോട്ടിൽ കാണുന്നു. അപ്പോൾ ആൺകുട്ടികളെ കണ്ടാൽ കുഴപ്പമില്ലേ? നിങ്ങൾക്ക് രാത്രി 12 മണിക്ക് റോട്ടിൽ കുട്ടികൾ വരുന്നതാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയും ആൺകുട്ടിയും പ്രശ്നമാണ്. നിങ്ങൾക്ക് എന്താ പെൺകുട്ടികൾ മാത്രം പ്രശ്നമാണത്? അത് നിങ്ങളുടെ ഒരു പാട്രിയാക്കൽ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ നമ്മൾ കൾച്ചറലി വൈബ്രൻ്റ് ആയിരിക്കണം. ഒന്ന്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആവണം, ഒരു ക്ലീൻ ഗ്രീൻ സിറ്റി ആകണം. അതായത് നമ്മുടെ കനാൽസൊക്കെ ക്ലീൻ ആവണം, നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മപുരം ക്ലിയർ ആവണം, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ക്ലിയർ ആവണം. 4, ഹൈലി മെക്കനൈസ്ഡ് ആകണം. കാരണം നമ്മുടെ ഇപ്പം ഞങ്ങൾ കൊണ്ടുവന്ന ചില മെഷീനറികളില്ലേ, റോഡ് ടാർ പാച്ച് മെഷീൻ, അതുപോലെ തന്നെ എന്താണ് സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ, ആൾ നിന്ന് സ്ലാബൊന്നും തുറക്കണ്ട, പിന്നെ അതുപോലെ സിൽറ്റ് പുഷർ. ഇപ്പം മനുഷ്യൻ ചെയ്യേണ്ടതിന് പകരം ഇപ്പം നമ്മൾ ബന്ദിക്കൂട്ടെന്ന് പറഞ്ഞ റോബോട്ട് കണ്ടില്ലേ ഇറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മെക്കനൈസേഷൻ വരണം. ഫൈനലി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മറ്റൊന്ന്, ഇഷ്ടം പോലെ ഓപ്പൺ സ്പേസസ് ഉണ്ടാവണം. ഇതാണ് എൻ്റെ കൺസെപ്റ്റിലുള്ളൊരു സ്മാർട്ട് സിറ്റി. ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ടാകാം. സാർ, ട്രാഫിക്കിനോട് ചേർത്ത് ഒറ്റ സാധനം ചോദിക്കുകയാണെങ്കിൽ, ഈ പയ്യെ പോകുന്ന ബസ്സുകൾ കൊച്ചിയിൽ വരാൻ 2030 നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കൊച്ചി കോർപ്പറേഷൻ്റെ അണ്ടറിലല്ലെങ്കിലും. അല്ല, ബസ്സുകൾക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റും കോർപ്പറേഷനും കൂടി ഒരുമിച്ച് വരേണ്ടതായിരുന്നു. സ്റ്റേറ്റ് ഗവൺമെൻറ് അതിന് ഫൈനാൻസ് ചെയ്യണം, ഇലക്ട്രിക്കൽ ബസ്സസ്. ഞാൻ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷെ ഇന്നത്തെ സ്റ്റേറ്റിൻ്റെ ഫിസിക്കൽ ക്രൈസിസിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു സബ്സിഡി കൊടുക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പോയത്. ഇപ്പം മെട്രോ മറ്റേ ബസ് ചിലത് 15 എണ്ണം ഓടുന്നുണ്ട്. ബസ്സുകളുടെ എണ്ണം കൂടണം. വരും റാഫി, നമുക്ക് ഈ സാമ്പത്തികമായ ബുദ്ധിമുട്ട് എല്ലാ കാലത്തേക്കും ഉണ്ടാവുമല്ലോ, അത് മറികടന്ന് വരും. അതാണല്ലോ നമ്മളെ ശുഭപ്രതീക്ഷ, നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാവണമല്ലോ. അദ്ദേഹം ഒരു ചോദ്യം. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമയുടെ ഒരു ചെറിയ പാട്ട് കാണുകയാണ്. അതായത് ഒരു 30 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഒരു വീട്ടിൽ ചെല്ലുകയാണ്. അവിടെ ഒരു 55 വയസ്സുള്ള സ്ത്രീയുണ്ട്, 25 വയസ്സുള്ള അവരുടെ മകളുണ്ട്. അപ്പോൾ ഈ അമ്മ ഇയാളോട് ചോദിക്കുന്ന ഇങ്ങനെ എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാനിങ്ങനെ നാട്ടിലും കാട്ടിലും ഒക്കെ ഉള്ള ചെറിയ ചെറിയ ജീവികളുടെയൊക്കെ ഫോട്ടോ എടുക്കുക. അപ്പോൾ അവർ കുറച്ച് നേരം എന്നിട്ട് ചോദിച്ച് മോനെ വേറെ പണിയൊന്നും കിട്ടിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ മറുപടി ഉണ്ട്. കാരണം വലിയ സാധനങ്ങളെ പറ്റിയും ഭംഗിയുള്ള സാധനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പുറകെ പോകും, കൊച്ചു കൊച്ചു സാധനങ്ങളുടെ ആര് പുറകെ പോകും. ഇവിടെ നിന്ന് ഇത്ര നമ്മൾ കുറേ നേരം ശ്രദ്ധിക്കുമ്പോൾ വലിയ പ്രോജക്റ്റുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് കുറച്ച് നാൾ മുമ്പാണ് മേയർ ഇവിടെ പരിചയമുള്ളതുകൊണ്ട് കൃത്യം പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. നമ്മൾ പാലത്തിൻ്റെ സൈഡിൽ കൂടി അങ്ങോട്ട് റോഡുണ്ടല്ലോ, ആ റോട്ടിൽ കൂടി ഇങ്ങനെ ഇറങ്ങി ഒരു ഓട്ടോയിൽ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പകുതി എത്തിയപ്പോൾ ഒരു സ്കൂട്ടറിന് ഒരു സ്ത്രീയും ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു സൗണ്ട് കേൾക്കും. ഞങ്ങൾ വണ്ടി നിർത്തി നോക്കിയപ്പോൾ ഒരു കാറ് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴത്തോട്ട് വീഴും. കാറ് അപ്പുറത്ത് കൂടി പോയ കാറ് അപ്പുറത്തോട്ട് താഴത്തോട്ട് ഇങ്ങനെ കുത്തി കിടക്കുക. വേഗം ചെന്ന് ഞങ്ങൾ ആളെ പുറത്തിറക്കി പുള്ളിക്കൊന്നും പറ്റിയില്ല. അപ്പം നോക്കുമ്പോൾ അപ്പുറത്ത് കുറച്ച് ആളുകൾ ഓടിക്കൂട്ടണം. കാരണം ഒരു സൈക്കിളിൽ പോയ ഒരാളെ ഇടിച്ചിട്ട് താഴ്ത്തു വീണ്. എനിക്കൊന്ന് 5 കൊല്ലം 6 കൊല്ലമായിട്ട് കഴിഞ്ഞ് കാണുമായിരിക്കും. അന്നത്തെ കൗൺസിലറോട് പറഞ്ഞ് അവിടെ ഹാൻഡ് റെയിൽ പിടിപ്പിക്കണമെന്ന് പറഞ്ഞ് പുള്ളി ഒന്നും ചെയ്തില്ല. ഇപ്പോഴത്തെ കൗൺസിലറോടും പറഞ്ഞ് ചെയ്തില്ല. നമ്മൾ ഈ വലിയ പ്രോജക്റ്റുകളും വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചെറിയ കാര്യങ്ങൾ വളരെ പ്രാധാന്യപ്പെട്ടതാണ്. ഞാൻ റെസ്പോണ്ട് ചെയ്തോട്ടെ? ഓക്കെ. അദ്ദേഹം പറഞ്ഞ സ്പെസിഫിക് ഇഷ്യൂ അദ്ദേഹം നേരിട്ട് കണ്ടൊരു കാര്യമായിരിക്കും പറയുന്നത്. ചെറിയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാനതിനോട് യോജിക്കുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ വളരെ പ്രധാനമാണ്, ഞാനതിനെ നിഷേധിക്കുന്നില്ല. ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ പരിപൂർണമായി വിജയിച്ചു എന്നും പറയില്ല. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് എല്ലാ വിമർശനങ്ങളും നമുക്ക് കൊച്ചിയെ പറ്റി പറയാം, കേരളത്തെ പറ്റി പറയാം. ഞാനിവിടെ ഇരിക്കുന്ന എല്ലാവരെയും
ഇന്ത്യയിലെ ഏത് നഗരത്തിലേക്കും ഞാൻ കൊണ്ടുപോകാം. ഞാൻ ഇന്നലെ ഡൽഹിയിൽ ലുത്യൻസ് ഡൽഹിയിലായിരുന്നു 3 ദിവസത്തെ. നമ്മുടെ എല്ലാം ലുത്യൻസ് ഡൽഹിയിലാണല്ലോ, 5 സ്റ്റാർ ഹോട്ടലുകളിലാണ് നടക്കുന്നത്. ഇന്നലെ ഞാനൊരു ഓഫീസിലേക്ക് ലുത്യൻസ് ഡൽഹിയിൽ നിന്നൊരു പാലം കടന്ന് നമ്മുടെ കെജ്രിവാളിൻ്റെ ഡൽഹിയിലേക്ക് പോയി, മറ്റേ കോർപ്പറേഷൻ്റെ ഡൽഹിയിലേക്ക്. റാഫി ഒന്ന് പോയി നോക്കണം, വിശ്വസിക്കില്ല നമ്മൾ. ഞാൻ ഇരുമ്പും പോയിട്ടുണ്ട്. കാരണം ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഇപ്പോൾ ചെന്നൈ ആണെങ്കിലും അങ്ങനെയാണ്. മൗണ്ട് റോഡ് കാണാൻ ഭയങ്കര രസമായിരിക്കും, മുംബൈയിലെ നരിമാൻ പോയിന്റ് കാണാൻ ഭയങ്കര രസമായിരിക്കും. പക്ഷെ ഒരല്പം അങ്ങ് മാറിയിട്ട് ഒരു സബേബ്സിലേക്ക് പോയാൽ മോശമായിരിക്കും. കൊച്ചിയുടെ പ്രത്യേകത ഈ സബേബ്സിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കൊച്ചിയിൽ ചെയ്തത് പണ്ട്. അത് ഏതെങ്കിലും ഒരു മേയറുടെ പ്രത്യേകത കൊണ്ടല്ല, കുറേ കാലമായി നമുക്കങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ 74 ഡിവിഷനിലെയും സാഹചര്യങ്ങൾ കുറച്ചുകൂടി മെച്ചമാണ്. നമ്മുടെ കൗൺസിലേഴ്സിന് ധാരാളം കുറവുകളും പോരായ്മകളും ഉള്ള ആളാണ്. അതിൽ ഏറ്റവും കൂടുതൽ പോരായ്മയും കുറവുമുള്ള ആളെയാണ് അവർ മേയറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ശ്രദ്ധിച്ചില്ലല്ലേ റാഫി? റാഫി നല്ല ഇതാണ് ഞാൻ പറഞ്ഞത്. റാഫിയോട് വന്നിട്ട് ഉറക്കം തൂങ്ങണത് നിങ്ങളാണ് ഉറക്കം തൂങ്ങിക്കുന്നത്. അല്ലെങ്കിൽ റാഫി ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് പറയുന്ന ആളാണ്. അപ്പോൾ അവർക്കെല്ലാം പലതരത്തിലുള്ള പ്രശ്നങ്ങളും വൈകല്യങ്ങളൊക്കെ ഉള്ളവരാണ്. പക്ഷെ എങ്കിലും അവരുടെ പരിധിക്കകത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. അദ്ദേഹം പറഞ്ഞതിൽ ക്രിറ്റിസിസത്തിൽ കുറച്ച് കാര്യമുണ്ട്. നമ്മുടെ ആ ശ്രദ്ധ കുറച്ച് കുറയുന്നുണ്ട് എന്നുള്ളതൊരു ശരിയാണ്. ഏത് പ്രത്യേക പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാതെ വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് സത്യത്തിൽ ഒരു അർത്ഥശൂന്യമായ ഏർപ്പാടാവും. അപ്പം എനിക്ക് പോകാനൊന്ന് അനുവാദം തന്നെ എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. I think we have time for one more question. 2 more questions. എൻ്റെ ക്വസ്റ്റ്യൻ ആർ.ജെ. റാഫിൻ്റെ അടുത്താണ്. അതായത് ഞാൻ മോഡറേറ്ററാണ്. അല്ല, എന്നാലും ലൈക്ക് രണ്ടുപേർക്കും പറയാം എത്രത്തോളം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കൊച്ചിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതായത് സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങൾ അത് കണ്ടിട്ട് പിന്നീട് ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ച്. ഉറപ്പായിട്ടും നമ്മളിപ്പം എല്ലാ രാജ്യത്തും ഉള്ള എല്ലാം കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പം ഞാൻ ക്വസ്റ്റ്യനെ ഒന്ന് എംഫസൈസ് ചെയ്യണം സാറിനോട്. അല്ല, സോഷ്യൽ മീഡിയ എത്രത്തോളം ചോദ്യം റാഫിയോടല്ല, അല്ല എല്ലാവരോടും കൂടിയാ. അല്ലല്ല റാഫിയോടാണെന്നാ പറഞ്ഞത്. ചെയ്തിട്ടുണ്ടോ? അതെ, കാരണം നമ്മളും കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ കൂടെ ബാക്കി രാജ്യങ്ങളിലും നാടുകളിലും നടക്കുന്നത്. ഉറപ്പായിട്ടും മേയറും കാണുന്നുണ്ട്. ഞാൻ പൊതുവെ പറയാം, നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരിൽ ഞാൻ പറഞ്ഞോണ്ടൊന്നും തോന്നരുത്. സോഷ്യൽ മീഡിയ ഏറ്റവും കുറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കും ഞാൻ. അതായത് റനീഷും ബെൻസിയെ കൂടി ഇരിപ്പുണ്ട്. ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. ഞാൻ റാഫിയെ തന്നെ ശ്രദ്ധിക്കാറില്ല. റാഫി ഞാനും കൂടി എന്തോരം വഴക്കൂടിയുണ്ടെന്നറിയൂ. കാരണം പണ്ട് റാഫി ഒരു സൈലൻസ് സോൺ, ഇന്ന് ഞാൻ പറഞ്ഞു സൈലൻസ് സോൺ എന്ന് പറഞ്ഞ് റാഫി പണ്ട് എൻ്റെ അടുത്ത് വഴക്കിട്ടിട്ട് പോയതാ. കാരണം എന്താണെന്നറിയൂ, എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു വിഷൻ പറയുകയാണ്. നമ്മളൊരു ലക്ഷ്യം ഇട്ടിട്ടുണ്ട്. ഞാനതിപ്പോൾ ഈ മെയില് ഞാൻ മേയറായി വരുമ്പോൾ എനിക്ക് തന്ന മാനിഫെസ്റ്റോയിൽ അതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ അടിച്ചു തരും. പക്ഷെ അതിൽ എത്ര എണ്ണം ചെയ്തു എന്ന് ആദ്യത്തെ ബഡ്ജറ്റിൽ പറഞ്ഞ എത്ര കാര്യങ്ങൾ ഈ 4 കൊല്ലം കൊണ്ട് ചെയ്തു എന്നതിൻ്റെ ഒരു പ്രോഗ്രസ് കാർഡ് ഞാൻ കൊച്ചിയിലെ ജനങ്ങളോട് പറയും. എൻ്റെ കോൺസെൻട്രേഷൻ അത് മാത്രമായിരുന്നു. സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ നമ്മളെ പ്രാന്താക്കും. മോനറിയാൻ പാടില്ല, ഈ റാഫിയൊക്കെ ആയിട്ട് 10 മിനിറ്റ് ഇപ്പം ഇങ്ങനെ പാവത്തിനെ പോലെ ഇങ്ങനെ ഇരിക്കണതാണ്. ഒരു അരമണിക്കൂർ റാഫി ഒറ്റയ്ക്ക് റാഫിയുടെ സ്റ്റുഡിയോയിൽ കിട്ടിയാലുണ്ടല്ലോ, ഇപ്പം കാണുന്ന റാഫി ആയിരിക്കില്ല. ഈ നമ്മൾ കടുവയുടെ കൂട്ടിലേക്ക് ചെന്ന് പെട്ടാൽ എന്ത് സംഭവിക്കും സൂയിലെന്നറിയില്ലേ, ഇവർ കടിച്ച് കീറി നശിപ്പിച്ച് കളയും. അപ്പോൾ ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചാൽ ഇവരായിട്ടൊരു നല്ല സ്നേഹത്തിലൊരു ദൂരെ നിന്ന് നോക്കണണ്ട ദൂരെ നിന്ന് നമുക്കൊന്ന് കൈ കാണിച്ച് പോകാമെന്നല്ലാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കുറച്ച് ശ്രദ്ധിച്ച് ഡീൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രയാസവും. ആദ്യത്തെ ഒരു ന്യൂ മീഡിയക്കാരനാണ് നമ്മുടെ മുമ്പിലിരിക്കണ ഈ ആള്. കാരണം അതെ, തേവരക്കോളേൻ്റെ തന്നെ പാർട്ടാണ്. അപ്പോൾ ന്യൂ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ അന്നുകൊണ്ട് ഈ ന്യൂ മീഡിയ, അദ്ദേഹം ന്യൂ മീഡിയയുടെ ഭാഗമായിരുന്നു അന്നത്തെ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. കാരണം അവരെ കുറ്റം പറയരുത്. കാരണം അവർ നേരത്തെ റാഫി പറഞ്ഞ പോലെ പബ്ലിക് സെൻറ്റിമെൻറ്റ്സ് ആണ് അവർ എയർ ചെയ്യണത്. പക്ഷെ എല്ലാ പബ്ലിക് സെൻറ്റിമെൻറ്റ്സിൻ്റെയും പിന്നാലെ പോയാൽ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റിയും ഇപ്പോൾ ഒരുത്തൻ അമേരിക്കയിൽ എന്ത് നടക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ട്. നിങ്ങൾ കാണാറില്ലേ നമ്മുടെ യൂട്യൂബിൽ? അമേരിക്കയിൽ വരൂ, കാണൂ, എങ്ങനെയാണ് മറ്റേ മഞ്ഞ് എടുത്ത് മാറ്റുന്നത്, എങ്ങനെയാണ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ സാറ് കാണുന്നുണ്ട്? കാണുന്നുണ്ട്, കാണാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും സോഷ്യൽ മീഡിയക്കാരുടെ കയ്യടിക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് അവർ മനസ്സിലാക്കിയെന്ന് എനിക്ക് സംശയമുണ്ട്. സോഷ്യൽ മീഡിയ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. റാഫി ധരിച്ചേക്കണ എനിക്ക് വല്ല വട്ടുണ്ടെന്നാണ്. ചെറിയ വട്ടുണ്ട്, അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ വന്നത്.
അല്ലെങ്കിൽ തേവര കോളേജിൽ എൻ്റെ ഒപ്പം പഠിച്ച പകുതി മുക്കാൽ പേര് രാഷ്ട്രീയത്തിൽ നിന്നില്ല. അന്നൊക്കെ കോളേജിൽ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, പക്ഷെ ഞാൻ മാത്രം തുടർന്ന്. ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയ കാണാം, ഡെമോക്രസിയിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാവരുടെ അഭിപ്രായം കേൾക്കണം. പക്ഷെ ഫൈനലി യുവർ ഡിസിഷൻ ഷുഡ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യൽ മീഡിയ ഹാൻഡ്ലേഴ്സ് എന്നാണ് എൻ്റെ ബലമായ അഭിപ്രായം. നിങ്ങൾ കൈയടിക്കില്ലെന്ന് അറിയാൻ പോട്ടെ. ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ്. സോഷ്യൽ മീഡിയ കാണണം, പക്ഷെ അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ചിലപ്പം നമ്മൾ പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് സാർ പറയുന്നത്. കഴിഞ്ഞില്ലേ ബാബു ജോസഫ് സാർ? ഒരു ചോദ്യം. റാഫി ഇപ്പം ബ്രഹ്മപുരത്തിനെ കുറിച്ച് പറഞ്ഞ് ഭയങ്കര സംഭവമായിരുന്നു. കയ്യടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു മേയർക്ക്. പക്ഷേ ബ്രഹ്മപുരത്ത് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ മേയറെ വെല്ലുവിളിക്കുകയാണ്, ബ്രഹ്മപുരത്ത് ഈ സമയത്ത് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ പഴയതിലും വളരെ മോശമായ അവസ്ഥയിലാണ് ബ്രഹ്മപുരം ഇപ്പം. അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിലാണ് ബ്രഹ്മപുരം കിടക്കുന്നത്. അതിൻ്റെ മൂലയിൽ എന്തോ ഒരു കൽപ്പൊടി കൂനൽ പോയിട്ട് ബാറ്റ് വെച്ച് ക്രിക്കറ്റ് കളിച്ച് കണ്ടിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന ഫോട്ടോസാണത്. അതിൻ്റെ റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. അതല്ല അതിൻ്റെ റിയാലിറ്റി. പിന്നെ ബ്രഹ്മപുരത്ത് കിടന്ന എത്ര കോടി രൂപയുടെ അഴിമതിയാണെന്ന് കൊച്ചിൻ കോർപ്പറേഷൻ തന്നെ സമ്മതിച്ച് മേയർ തന്നെ ഇൻ്റലിജൻസിന് അന്വേഷണത്തിന് വിട്ടിരിക്കുകയാണത്. ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണ് അന്വേഷണത്തിന്. അതിനകത്ത് 1-2 പേര് രാജിവെച്ച് പോയി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ രാജിവെച്ച് പോയി, സ്വന്തം പാർട്ടിയിലെ ആൾക്കാർ തന്നെ. നമുക്ക് കസേലയിലിരുന്ന് പ്രസംഗിക്കാൻ സുഖമാണ്. അതുപോലെ തന്നെ എറണാകുളം ടൗണിനെ ക്രോസ് ചെയ്തൊരു കനാല് പോകുന്നുണ്ട്, മഹാരാജാസ് കോളേജിൻ്റെ ഗ്രൗണ്ടിൻ്റെ തൊട്ടപ്പുറത്തൂടെ. മേയറിനറിയാം, കഴിഞ്ഞ 7 കൊല്ലമായിട്ട് അവിടെ താമസിക്കുന്ന ജനങ്ങൾ കഴിക്കുന്ന കഷ്ടപ്പാട് കാരണം വണ്ടി കയറ്റാൻ പറ്റില്ല, സൈക്കിൾ പോലും ഓടിക്കാൻ പറ്റില്ല. 1-2 കൊല്ലമല്ല, കഴിഞ്ഞ 7 കൊല്ലമായിട്ട് ആ റോഡ് അങ്ങനെ കിടക്കുകയാണ്. വല്ല മൂലയിലൊക്കെ നന്നാക്കും. ഒരു ഡ്രെയിനേജ് സിസ്റ്റം ചെയ്യാൻ വേണ്ടി ചെയ്ത പണിയാണ്, അതുപോലും നന്നാക്കാൻ പറ്റുന്നില്ല. പിന്നെ റോഡിൻ്റെ കാര്യം പറഞ്ഞാൽ കോർപ്പറേഷൻ കൗൺസിലർമാർക്ക് അവർക്കൊരു ഫണ്ട് ഇവരിപ്പോൾ കൊടുക്കുന്നില്ല. റോഡ് നന്നാക്കാനുള്ള ഫണ്ട് കറക്റ്റ് കൊടുക്കുന്നില്ല, കാണകൾക്കുള്ള ഫണ്ട് കൊടുക്കുന്നില്ല. ഇതൊക്കെ വെട്ടിക്കുറച്ച് ഇല്ലാണ്ടാക്കി കഴിഞ്ഞ് നമുക്കിവിടെ നിന്ന് പ്രസംഗിക്കാം. ഇതിനിടയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ കളിയാക്കാനൊക്കെ പുള്ളി സമയം കണ്ടെത്തി, സംശയമില്ല. ആയിക്കോട്ടെ, അത് പുള്ളിയുടെ ഔചിത്യമാണത്. പുള്ളി കുറച്ച് കുറ്റസമ്മതം നടത്തി. എനിക്ക് കുറച്ച് ഇതുള്ളതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നതല്ല LDF വന്നതെന്ന് പറഞ്ഞേക്കും കുറേ കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ രാഷ്ട്രീയ ചോദ്യമല്ല, ഞാൻ പ്രതിപക്ഷ നേതാവിനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ റോഡിനെ കുറിച്ച് ഇത്ര വലിയതായിട്ട് പറയുന്നുണ്ട്. എറണാകുളത്തെ 2 റോഡ് ഒഴിച്ച് ഏത് റോഡാണ് നല്ല റോഡെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ, കാണിച്ചു തരാൻ പറ്റുമോ? SA റോഡ്, സഹോദരൻ അയ്യപ്പൻ റോഡ്, ഓക്കെ സമ്മതിച്ചു, നല്ല റോഡാണ്. ബാനർജി റോഡ്, ഓക്കെ. വേറെ ഏത് റോഡാണ് നല്ല രീതിയിൽ തോന്നുന്ന റോഡ്? ഏത് റോഡ് നോക്കിക്കഴിഞ്ഞാലും മോശമാണത്. കൗൺസിലർമാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല, അവർക്ക് ഫണ്ടില്ല, കാന പണിയാൻ കഴിയുന്നില്ല, വെള്ളം പോകാൻ പറ്റില്ല, ഡ്രെയിനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ അവസ്ഥയിൽ ചോദ്യം കഴിഞ്ഞു, ഇനി കൂടുതൽ പോകണ്ടല്ല. ഏത് റോഡാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ടെന്ന് ഒന്ന് അനിൽകുമാർ പറഞ്ഞ വലിയ ഉപകാരം. ശരി, അപ്പൊ അദ്ദേഹത്തിന്റെ മൈക്കൊന്ന് വാങ്ങിച്ചേ. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയവും ഇല്ല എന്ന് അദ്ദേഹത്തിന്റെ 1 മിനിറ്റ് ചോദ്യത്തിന്റെ പ്രസംഗം കേട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ആളെ വിടണ്ട, ഞാൻ വെല്ലുവിളിക്ക് ഞാനില്ല. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം ബ്രഹ്മപുരത്തെ സംബന്ധിച്ച് ദയവ് ചെയ്ത് എനിക്ക് റെക്കോർഡ് ചെയ്തൊന്നും തന്നെ. ഞാൻ മെയിൽ ഇദ്ദേഹം പറഞ്ഞ ബ്രഹ്മപുരത്തെക്കുറിച്ചുള്ള കാര്യവും എൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ ഒരുമിച്ച്, പറ്റുമെങ്കിൽ ഇദ്ദേഹം എൻ്റെ ഒപ്പം വരുമോയെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ ഞാൻ പണ്ട് ഈ ഒരു 18 വയസ്സുള്ളപ്പോൾ ഉണ്ടായിരുന്ന അതേ മാനസികാവസ്ഥ, പ്രായം കുറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ വേണമെങ്കിൽ ഇദ്ദേഹത്തെ ബ്രഹ്മപുരത്തൊന്ന് കൊണ്ടുപോകാം. ഒരു വെല്ലുവിളിയും ഞാൻ സ്വീകരിക്കാനില്ല. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ കാര്യം റെക്കോർഡ് ചെയ്ത് എനിക്ക് തേവര കോളേജ് മാനേജ്മെൻറ്റോട് ഒരു അഭ്യർത്ഥനയാണ്, എനിക്ക് തന്നെ. കാരണം ഈ ചോദ്യവും എൻ്റെ ഉത്തരവും ഞാൻ മേയർഷിപ്പ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഞാൻ പബ്ലിക്കലി എയർ ചെയ്യും എന്ന കാര്യം ഞാൻ ആത്മവിശ്വാസത്തോടുകൂടി പറയുകയാണ്. ഇനി അടുത്ത കാര്യം അദ്ദേഹം പറഞ്ഞു, എന്താണ് ഞാൻ പ്രതിപക്ഷ നേതാവിനെ കളിയാക്കിയത്. നമ്മൾ മലയാളം എങ്കിലും അറ്റ്ലീസ്റ്റ് കേൾക്കുമ്പോൾ മനുഷ്യൻ പഠിക്കണം എന്താണെന്ന്. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ കുറിച്ച് വളരെ ബഹുമാനത്തോടു കൂടിയാണ്, സാജൻ്റെ അടുത്തിരുന്നല്ലേ, റാഫിൻ്റെ അടുത്തിരുന്നല്ലേ, അദ്ദേഹത്തെക്കുറിച്ച് നല്ലതാണ് ഞാൻ പറഞ്ഞത്. VD സതീശനെ പറ്റി നല്ലത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ചില ആളുകൾക്ക് അങ്ങനെയാണ്, നമ്മുടെ പാർട്ടി തന്നെയുള്ള നേതാക്കന്മാരുടെ ആയിരിക്കും ഏറ്റവും ദേഷ്യം. എനിക്ക് പ്രതിപക്ഷ നേതാവിനോട് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൻ്റെ ബഹുമാനമുണ്ട്. മാത്രമല്ല അദ്ദേഹം ഞങ്ങളുടെ തന്നെ കോളേജിലെ ഒരു അലുമിനി ആണെന്നുള്ളൊരു പ്രത്യേക സ്നേഹം കൂടി എനിക്കുണ്ട് എന്ന കാര്യം ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. പിന്നൊന്ന്, അദ്ദേഹം കണ്ണട വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കാഴ്ച വളരെ കുറവാണ്, അതിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല. ഈ പണ്ഡിറ്റ് കറുപ്പൻ റോഡ് നേരെ ഈ കോളേജിൻ്റെ മുമ്പിലാണ് കിടക്കുന്നത്. MG റോഡ് നേരെ തൊട്ടപ്പുറത്താണ് കിടക്കുന്നത്. എബ്രഹാം മാടമാക്കൽ റോഡുണ്ട്, ബാനർജി റോഡുണ്ട്, ഷൺമുഖം റോഡുണ്ട്, വീക്ഷണം റോഡുണ്ട്,
എന്താണ് ഇനി റോഡിൻ്റെ പേരൊക്കെ കൂടി റനീഷ് ഞാൻ പറയണം. ഞാനൊരു 100 ചിറ്റൂർ റോഡുണ്ട്, മത്തായി മാഞ്ഞൂരാൻ റോഡുണ്ട്, ഏത് റോഡിൽ കൂടെയും സഞ്ചരിക്കാം. ആകെ ഒരു അബദ്ധം മാത്രമേ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ പറ്റിയുള്ളൂ. ഒരു കാനം ഒരു ചെറിയ ഒരു ഡിസ്കൗണ്ട് വരുമല്ലോ നമുക്ക്. ചില കടയിൽ പോകുമ്പോൾ 120 രൂപ 100 രൂപ വിലയുള്ള സാധനം 120 രൂപയ്ക്ക് വിലയിട്ടിട്ട് 20 രൂപ ഡിസ്കൗണ്ടും കഴിഞ്ഞ് 100 രൂപയ്ക്ക് വരും. അങ്ങനെ ഒരു അബദ്ധം അദ്ദേഹത്തിന് പറ്റി. കാരണം അദ്ദേഹം ഒരു കാര്യം അറിയാതെ കയ്യിൽ നിന്ന് പോയി. നമ്മൾ മറ്റേ മലയാള ഭാഷ പറയില്ലേ, കയ്യിൽ നിന്ന് പോകാന്ന് പറയില്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിന് രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം അറിയാതെ ഒരു കാര്യം പറഞ്ഞു. എന്താ, ഒരു കാന പണിയാൻ തുടങ്ങിയിട്ട് 7 കൊല്ലം എന്ന് അദ്ദേഹം അറിയാതെ പറഞ്ഞു. ഞാൻ മേയറായിട്ട് 4 കൊല്ലം ആയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഇരിക്കും നമ്മൾ. സത്യവിരുദ്ധമായ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാൽ ഇരുത്തും. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഞാൻ ചിരിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ എതിരാളികൾക്കൊരു ചെറിയ സംശയമുണ്ട് സോഹൻ ചേട്ടാ. അത് ഈ അടുത്തിരിക്കണവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണമല്ല. ഞാൻ എപ്പോഴും ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഒന്നും മനസ്സിലാക്കാത്തതും മറുപടി പറയാൻ അറിയാത്ത ആളല്ല. 1-ന് 10ആയി, 10-ന് 100ആയി, 100-ന് 10,000ആയി മറുപടി പറയാനും തിരിച്ച് ചോദ്യം ചോദിക്കാനും എന്നെ പഠിപ്പിച്ച കോളേജ് തേവര കോളേജിൻ്റെ ഈ പറയുന്ന ഈ സ്ഥലങ്ങളാണ് എന്ന കാര്യം ഈ ചോദ്യം ചോദിപ്പിക്കാൻ വിട്ട ആളുകളും മറക്കരുത് എന്ന് പറയുകയാണ്. ഞാൻ വളരെ വിഷമത്തോടുകൂടി റാഫിയോട് ഒരു കാര്യം പറയാം. ഇങ്ങനെ ഒരു ഡിസ്കഷൻ്റെ അകത്ത് അച്ഛൻ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒരു അബറേഷൻ, പൊളിറ്റിക്കലായ ഒരു അബറേഷൻ ഇല്ലാതെ നമ്മളൊരു പൊതു സാധനം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു ക്വസ്റ്റ്യനൊക്കെ വന്നതിന് കുഴപ്പമില്ല, പൊളിറ്റിക്സ് വന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മളെപ്പോഴും ഒരു ചില സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശബരിനാഥനും എന്തിന് VD സതീശനും സുരേഷ് കുറുപ്പും വേറൊരാളൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ കഴിവത്രയും ഒരു പോസിറ്റീവ് സൈനോട് കൂടിയാണ് നമ്മുടെ ഡിസ്കഷൻസ് നടത്തേണ്ടത് എന്ന ഒരു പരിമിതമായ ഒരു അഭ്യർത്ഥന കൂടി വിനയപൂർവ്വം തേവര കോളേജ് മാനേജ്മെൻറ്റിൻ്റെ മുമ്പാകെ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ തന്നെ കോളേജാണ്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ ചോദിച്ച എല്ലാ ചോദ്യകർത്താക്കൾക്കുമുള്ള നന്ദി.